വളരെ പ്രസക്തമായ ഒരു രാജ്യമാണ് ഇസ്രായേൽ. ഈ രാജ്യം 1948 നിലവിൽ വന്നു എന്ന രൂപേണയാണ് ഇന്ന് മാധ്യമങ്ങളിൽ ചർച്ച നടക്കുന്നത്. അല്ല, അതിനു മുമ്പേ പാലസ്തീൻ അവിടെ ഉണ്ടായിരുന്നു എന്ന വാദവും തെറ്റാണ്. വാസ്തവത്തിൽ ആ നാടിന് പാലസ്തീൻ എന്ന് പേരിട്ടത് തന്നെ തെറ്റാണ്. എന്താണ് പാലസ്തീൻ? ഇതാരിട്ട പേരാണ്? റോമൻ സർവാധിപത്യം ഉലകത്തെ മുഴുവൻ ഭരിച്ചിരുന്ന ഒരു കാലം ക്രിസ്തുവിന് 63 വർഷം മുമ്പ് മുതൽ ആരംഭിച്ചു. പിന്നീട് ഏതാണ്ട് AD 375 റോം രണ്ടായി പിളർന്നു. പാശ്ചാത്യ റോമും പൗരസ്ത്യ റോമും. ദാനിയേൽ പ്രവചന്റെ പുസ്തകത്തിൽ ഒരു ബിംബത്തിൻ്റെ 2 പാദങ്ങളെയാണ് ഈ പിരിവ്, രണ്ടായി പിരിഞ്ഞതിനെ സൂചിപ്പിക്കുന്നത്. അവിടെ നിന്ന് 1000 ആണ്ട് കൂടി റോമ അതിലൊന്ന് തകർന്നുപോയി, കഷ്ടിച്ചൊരു 100 കൊല്ലത്തിനുള്ളിൽ തകർന്നുപോയി. അങ്ങനെ പാശ്ചാത്യ റോം തകർന്നു, പൗരസ്ത്യ റോം പിന്നെയും 1000 ആണ്ട് നിലനിന്നു. ഇന്നും റോമ നിലനിൽക്കുന്നുണ്ട്. റോം എന്നല്ല അതിൻ്റെ പേര്. റോമൻ സാമ്രാജ്യത്തിൽ നിന്ന് വിട്ടുപോയ രാജ്യങ്ങളൊക്കെയാണ് മിക്കവാറുമൊക്കെ ഇന്ന് യൂറോപ്യൻ യൂണിയൻ എന്ന് നമ്മൾ പറയുന്ന രാഷ്ട്രങ്ങൾ, ബ്രിട്ടൻ ഉൾപ്പെടെ. എന്തിനടുത്തേ സൂചിപ്പിച്ചത്? റോമക്കാർ യഹൂദന്മാരെ അടക്കി ഭരിക്കുന്ന കാലത്ത് യഹൂദന്മാരോടുള്ള വിരോധം നിമിത്തം അവരുടെ നാടിന് അവരുടെ ശത്രുക്കളുടെ പേരിട്ട് വിളിച്ചു. അവരുടെ ശത്രുക്കൾ ആരായിരുന്നു? രാഷ്ട്രീയ ശത്രുക്കൾ ഫിലിസ്തീൻസ്, നമ്മുടെ ഗോലിയാത്തിൻ്റെ കാലുകൾ. ദ ലാൻഡ് ഓഫ് ഫിലിസ്തീൻസ് എന്ന് പറയുന്നതിൻ്റെ, ഫിലിസ്തീനയുടെ ദേശം എന്ന് പറയുന്നതിൻ്റെ ലാറ്റിൻ പ്രയോഗമാണ് പാലസ്റ്റൈൻ. പുതിയത്തിലൊക്കെ ഈ പദം കാണാം. ആക്ച്വലി പാലസ്റ്റൈൻ അല്ല, ചരിത്രത്തിൽ പ്രാധാന്യമുള്ളത് ഇസ്രയേലാണ്. കാരണം ഈ പാലസ്റ്റൈൻ ആരംഭിക്കുന്നതിൽ ആ പേര് പോലും വരുന്നത് റോമൻ കാലഘട്ടത്തിലാണെങ്കിൽ ക്രിസ്തുവിന് 63 വർഷം മുമ്പ് റോമക്കാർ ലോകത്തെ കീഴടക്കി തുടങ്ങിയത്, ആ സാമ്രാജ്യം ഉണ്ടാകുന്നത്. പക്ഷെ അവിടെ ശൗല് ഭരിച്ചിരുന്നു. 1000 ആണ്ട് മുമ്പ് ദാവീദ് ഭരിച്ചിരുന്നു, സോളമൻ ഭരിച്ചിരുന്നു, യുണൈറ്റഡ് ആയിട്ട് ആ രാജ്യത്തെ ഭരിച്ചിരുന്നു. ഇനി അതിൻ്റെ മുമ്പോട്ടുള്ള ചരിത്രത്തിൽ ചില പറയാറുണ്ട്, അവിടെ വസിച്ചിരുന്ന കനാന്യരെ തോൽപ്പിച്ചല്ലേ ഇസ്രയേൽ അത് പിടിച്ചത്. അതും പറയാറുണ്ട്. അങ്ങനെ അവരിവിടുന്ന പറഞ്ഞേ, ഈ ചരിത്രം പറയുന്ന കക്ഷികൾ വൈകിട്ടിരുന്ന് ചാനൽ ചർച്ചയിരുന്ന് പറയല്ല കക്ഷികൾ. ഇത് ഞാനൊരു കക്ഷിയായിട്ട് ചാനൽ ചർച്ച നടത്തിയതിൻ്റെ ലൈവ് ഇപ്പോൾ പൊക്കോണ്ടിരിക്കുക. ഇപ്പം ലൈവായിട്ട് അത് പോകുന്നത്. പക്ഷെ ഞാനിവിടെ നിൽപ്പുണ്ട്. അതാ ലൈവിൻ്റെ ടെക്നിക്കാണ്. ഒന്നും പറഞ്ഞു തരികയല്ല എൻ്റെ രഹസ്യം. നിങ്ങൾ പലയിടത്ത് പ്രത്യക്ഷപ്പെടും, ലൈവ് അതിൻ്റെ വഴിക്ക് പോകും, അത് അതിൻ്റെ വഴിക്ക്, ഇത് അതിൻ്റെ വഴിക്ക്. ടെക്നിക്കൊന്നും പറയല്ല അതെങ്ങനെയാണ്. ഈ ലൈവ് ഇങ്ങനെ പോകും, ആ ലൈവ് അങ്ങനെ പോകും. അതൊക്കെ ഉണ്ട് ഒത്തിരി പരിപാടി അല്ലേ. പോട്ടെ. അപ്പോൾ ചുരുക്കി പറയാൻ, ഞാനിപ്പോൾ ഒരു ചാനൽ ചർച്ച ഇരിക്കുന്നുണ്ട് വേറൊരിടത്ത്. അനിൽക്കുടത്തോട്ടം ഒന്നാമൻ, അനിൽക്കുടത്തോട്ടൻ രണ്ടാമനെന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം. ഇപ്പുറത്ത് നമ്മളും പോകുന്നുണ്ട്. ഒക്കെ വേറെയാ ടെക്നിക്ക്. സാങ്കേതിക വിദ്യയുടെ പ്രത്യേകതയാണ്. അയാൾ ശുഭിതനായിട്ട് അവിടെ കിടന്ന് സംസാരിക്കുക. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ, ഈ ചരിത്രം ഇവരെവിടുന്നാ പറഞ്ഞത്? ഇവരും പറയുന്നത് ബൈബിളിൻ്റെ രാജാക്കന്മാരുടെ പുസ്തകത്തിലുണ്ടെന്ന്. ഉണ്ട്. കനാന്യരെ ആക്രമിച്ചു എന്നൊക്കെ ഉണ്ടല്ലേ? ഇല്ലേ? കനാന്യരെ ആക്രമിച്ച് എന്നെ പിടിച്ചാണ്. അപ്പം മറ്റൊരുത്തനെ ആക്രമിച്ചത് പിടിച്ചതാണ് എങ്കിൽ അത് തെറ്റല്ലേ? അത് തെറ്റാണ്. ഇനിയും പുറകോട്ട് പോകാം. അങ്ങനെയെങ്കിൽ ബൈബിളിൽ അങ്ങ് കിട്ടിയെങ്കിൽ അതിനു മുമ്പ് ഒരു സംഭവമുണ്ട്. അബ്രഹാം ഒരിക്കൽ ഈ സ്ഥലത്ത് വന്നു. അന്ന് ഈ രാജ്യത്തിൻ്റെ പേര് ഷാലൂ എന്നായിരുന്നു. മലയാളം ബൈബിളിൽ ശാലീം. അന്ന് അവിടെ ഒരാൾ ഭരിച്ചിരുന്നു, ശാലീം രാജാവായ മെൽക്കീസദേക്ക്. മെലക്ക് അർത്ഥം കിങ്, സദേക്ക് അർത്ഥം നീതി. നീതിയുടെ രാജാവെന്നർത്ഥമുള്ളൊരു മനുഷ്യരവിടെ ഭരിച്ചിരുന്നു. അദ്ദേഹം സത്യദൈവത്തിൻ്റെ പ്രവാചകനും പുരോഹിതനുമൊക്കെ ആയിരുന്നു. അബ്രഹാം അദ്ദേഹത്തിന് ദശാംശം കൊടുത്തു. ഇതും ബൈബിളിൽ തന്നെ ഉണ്ട്. അപ്പോൾ ഇത് കനാൻ എന്ന് പറയുന്ന കക്ഷികളുടെ അല്ല. മനസ്സിലല്ലേ? ഞാൻ കനാൻ എന്ന് സൂക്ഷിച്ച് പറയാം. നമ്മുടെ കനാനയ സൗകര്യങ്ങൾ തെറ്റിദ്ധരിക്കുന്നത് അറിയാതെ ഇംഗ്ലീഷിൽ പറഞ്ഞപ്പോൾ കാനനൈറ്റ് എന്നൊക്കെ ആയിപ്പോകും.
പിന്നെ എഴുത്തിരി എടുത്തിട്ടേച്ച് പറയും ആൾക്കാരെ മുഴുവൻ എനിക്കെതിരാക്കോണ്ടാണ്. തെറ്റിദ്ധരിക്കല്, അത് നമ്മുടെ സൗകര്യങ്ങളാണ്. അപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് ലാൻഡ് എന്ന അർത്ഥത്തിൽ കേട്ടോ, അവിടെ വസിച്ച മനുഷ്യൻ അങ്ങനെ എടുക്കാവുള്ളൂ. ഫിനീഷ്യൻ അല്ലെങ്കിൽ മറ്റൊരു പേര്, ഇനി അങ്ങനെ പറയാം. അതാണ് ഹിസ്റ്റോറിക്കലി ആ പേരാ കറക്റ്റ്. അവരുടെ ദേശം ഇസ്രയേൽ പോയി ആക്രമിച്ചു. അതിൻ്റെ ശരിയും തെറ്റും നമ്മളിപ്പോൾ പരിശോധിച്ചാൽ ശരിയാവില്ല. അതിനുണ്ട് കാരണം. എന്താ കാര്യം? ഒരിക്കലൊരു മനുഷ്യൻ കോടതിയിലൊരു കേസ് കൊടുത്തു. അപ്പോൾ കോടതി കേസെടുത്തു. കേസിങ്ങനായിരുന്നു, 12 കൊല്ലം മുമ്പ് എൻ്റെ എതിരാളി ഈ കേസിൽ പറഞ്ഞിരിക്കുന്ന ആൾ എന്നെ കരടിയെന്ന് വിളിച്ചത്. എത്ര കൊല്ലം മുമ്പാ? അപ്പോൾ ഇയാളുടെ കോടതി സ്വാഭാവികമായിട്ട് ചോദിച്ചു, ഇതെന്തുകൂടോ അന്നൊന്നും കേസ് തരാഞ്ഞേ, ഇന്ന് ഈ കേസും കൊണ്ടുവന്നേ? അത് സാറേ, ഞാൻ സത്യം പറയാമല്ലോ, ഇന്നലെ തിരുവനന്തപുരം കാഴ്ചബംഗ്ലാവിൽ ചെന്നപ്പോഴാണ് ഞാനൊരു കരടിയെ കാണുന്നത്. അന്നാ എനിക്ക് കരടിയനാണ് മനസ്സിലായത്. അപ്പം ഞാൻ പഴയ കാര്യം ഓർത്തു, പിന്നെ കേസ് തരാമെന്ന് വെച്ചു. ചരിത്രം ചികഞ്ഞ് ശിക്ഷിക്കാൻ പോയാൽ ഒത്തിരി പ്രശ്നങ്ങളുണ്ടെന്ന്, ഒത്തിരി കാര്യങ്ങളുണ്ട്. ഞാൻ ചരിത്രം ചികഞ്ഞാൽ ഇന്ന് വന്ന് ഇവിടെ ഇന്ത്യയിൽ നിന്നുകൊണ്ട് പല കാര്യം പറയുന്ന പുള്ളിൽ ഇന്ത്യ വിടേണ്ടി വരും. അതാ വേറെ കുഴപ്പം. ഞാൻ പലപ്പോഴും ഈ സംവാദത്തിലുണ്ട്, വെറുതെ ചരിത്രം പറയിപ്പിക്കല്ലേ, പറഞ്ഞാൽ നീ ഇവിടുന്ന് പോകേണ്ടി വരും. ഞങ്ങളുടെ രാജ്യം വന്നവനെല്ലാം പൊക്കോന്ന് പറഞ്ഞാൽ വന്നവൻ നീ എന്തിനാ ഈ കിടന്നിട്ട് വിഷമിക്കുന്നത്? നീയാ പോകണ്ടേ? മനസ്സിലായില്ലേ? പിടികിട്ടിയില്ല. അത് ഞാൻ തുറന്നു പറയാൻ പേടിയൊന്നും ഇല്ലെന്ന്. പേടിച്ച് പറയാത്തല്ല, സമയമില്ലാത്തതുകൊണ്ടാണ് പറയാത്തത്. അതുകൊണ്ടാ ഈ ചുരുങ്ങിയ സമയം കൊണ്ട് ഇതെല്ലാം പറയണം. അതാ വിഷയം. മനസ്സിലായില്ലേ? ഇവിടെ വന്ന ആൾക്കാരല്ല ഇന്ത്യ വിട്ടുപോകാൻ. ഇന്ത്യ വിട്ടുപോകുമെന്ന് പറയുമ്പോൾ ഒരു മര്യാദ. ഒരു ബസ് സ്റ്റാൻഡിൽ ഒത്തിരി വണ്ടികൾ വരും, അതിലാദ്യം വന്ന വണ്ടി ആദ്യം വിട്ടുപോകണ്ടേ? അതല്ലേ അതിൻ്റെ മര്യാദ. പിന്നെ വന്ന വണ്ടിയൊക്കെ പതുക്കെ പോയാൽ മതി. അതതിൻ്റെ മര്യാദ. ആദ്യം വന്ന വണ്ടി ആദ്യം പോകണം. കൂടുതൽ മസിൽ പിടിക്കരുത്. ഇതൊക്കെ നമുക്ക് പറയേണ്ടി വരും. അതാ കുഴപ്പം. അപ്പോൾ ഇതുകൊണ്ട് ഞാൻ ഒത്തിരി പറഞ്ഞു, വെറുതെ ഇങ്ങനെ ചരിത്രം പറഞ്ഞു പോകരുത്. പിന്നെ ഈ ചൂടായി ബഹളം വെച്ചൊക്കെ അങ്ങ് പോയേ രക്ഷയുള്ളൂ. അത് നിങ്ങൾ പോക്കും, അതിന് കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും, അതുമല്ല നടക്കാൻ പോകുന്ന കാര്യമാണ്. ഒന്നും നടക്കില്ല, പോട്ടെ. അപ്പോൾ എന്തിനാ ഇത്രയും പറഞ്ഞേ? ഈ രാഷ്ട്രത്തെപ്പറ്റി പഠിക്കുക. ഈ രാഷ്ട്രത്തിൻ്റെ ഇന്നത്തെ അവസ്ഥ, നമുക്കൊരു സ്റ്റാറ്റസ് കോ ഉണ്ട്. അതായത് ഞാനും ഈ പാസും തമ്മിലൊരു അതിര് തർക്കം നടക്കാമെന്ന് വിചാരിക്കുക. പ്രശ്നമില്ല, ഞാൻ അങ്ങ് കോട്ടയത്തും നിങ്ങൾ ഇവിടെ ആയതുകൊണ്ടാണ് ഞാൻ ധൈര്യപൂർവ്വം ഇത് പറയുന്നത്. ഇത് കേട്ടപ്പോഴേ അദ്ദേഹത്തിന് ആകെപ്പാടെ ഉള്ള ഗ്ലാമർ അങ്ങ് പോയ പോലെ. എന്തൊരു വിഷമമാണ്. ഞാൻ സങ്കല്പമായി പറഞ്ഞു. നമുക്കായാലും നമ്മൾ അയൽക്കാരല്ലേ? കാവുങ്കൻ, ഞങ്ങൾ അയൽക്കാരാ. ഇത് കാവുങ്കനായിരിക്കും നമ്മൾ പറഞ്ഞാൽ. നമ്മൾ ഉദ്ദേശിക്കുന്ന കക്ഷിയൊന്നുമില്ല, വലിയ പുള്ളിയായിരിക്കുന്നു. ഇവിടെ വേറെ പേരൊക്കെ ഇട്ടാ നിങ്ങൾ അല്ലേ? എനിക്ക് അവിടെ ഇതോ അറിയത്തില്ലായിരുന്നു ഇത്. വലിയ പുള്ളിയാ, അതിക്കട്ടെ. അപ്പോൾ ഞങ്ങളൊരു അയൽ വിഷയം ഉണ്ടായി, വഴക്കുണ്ടായി പോയി. ഇത് തീരുന്നില്ലെങ്കിൽ തൽക്കാലം ഒരു വിധിയുണ്ട്, സ്റ്റാറ്റസ് കോ, തൽസ്ഥിതി അവിടെ നിൽക്കട്ടെ. ഇതൊരു തീരുമാനമാകുന്നവരെ തൽസ്ഥിതി. മനസ്സിലായോ മോനെ അലക്സ? ഈ പാട്ടുകാരും ഈ കൊട്ടുന്ന തവലക്കാരനുമായിട്ടൊരു പ്രശ്നം ഉണ്ടായിപ്പോയാൽ അവൻ സ്റ്റാറ്റസ് കോ നിലനിർത്തി അടുത്ത ലൈൻ നിനക്ക് പാടാൻ പറ്റില്ല. അവന് തീരുമാനമായില്ലെന്ന് ഇങ്ങനെ പോകും. തവലയ്ക്ക് അങ്ങനെ പരിപാടിയുണ്ട് അല്ലേ? ചോദിച്ചു നോക്ക്. ഈ തവല വായിക്കുന്നവന് തവലയ്ക്കകത്ത് തീരുമാനം എന്നൊരു സംഗതിയുണ്ട്. അതിൻ്റെ ഒരു ഫിനിഷിങ്ങാണ്. ബാബുച്ചാൻ അറിയാവുന്ന ഈ സംഭവം. ബാബുച്ചാൻ എന്ത്? ബാബുച്ചാൻ ഇവിടെ വേണ്ട ആളാ, പോട്ടെ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇങ്ങനെ തവലയടിച്ചടിച്ച് വരുമ്പോഴേക്ക് അവിടെ ഒരു നിർത്തിയിട്ട് വേണം കയറാൻ. അപ്പോൾ ഇങ്ങനെ അലക്ഷൻ ഇങ്ങനെ മൈക്ക് എടുക്കും, മറ്റോ തീരുമാനമാക്കുകയല്ല, നിന്ന് വിഷമിക്കൂ. അതുകൊണ്ട് പിണങ്ങരുത്, അവരൊരു അഡ്ജസ്റ്റ്മെൻറ്റിൽ പോകണം. ഞാൻ ഈ ഹമാസിനൊക്കെ ഉള്ള ഒരു നിർദ്ദേശമായി പറഞ്ഞു കേട്ടോ. അപ്പോൾ ചോദിക്കും, ഇയാൾ ഇവിടെ കിടന്നു പറഞ്ഞാൽ ഹമാസ് അങ്ങനെ കേൾക്കും? ഇവന്മാർ ജാനിൽ പറഞ്ഞാൽ കേൾക്കുമോ? ഇല്ലല്ലോ. ഇവർ ഞെട്ടൽ രേഖപ്പെടുത്തിയാലൊന്നും അവിടെ ചെല്ലും. അല്ലെങ്കിൽ പിന്നെ എൻ്റെയും കൂടി ഇരിക്കട്ടെ, കൂടെ അത്രേ ഉള്ളൂ. എൻ്റെ ഒരു അഭിപ്രായം കൂടെ ഫ്രീ ആയിട്ട് കിടക്കട്ടെ, അത്രേ ഉള്ളൂ. അതിന് പറഞ്ഞാൽ പോട്ടെ. ഏതായാലും പറഞ്ഞു വച്ചതിൻ്റെ അർത്ഥം, ഈ ഇസ്രായേൽ എന്നറിയപ്പെടുന്ന ഒരു രാജ്യം ലോകത്തിലെ സകല രാജ്യങ്ങളിലും വ്യത്യസ്തമാണ്. വേറിട്ടൊരു സമൂഹം തന്നെയാണ്. ആരെങ്ങനെയൊക്കെ പരിഹസിച്ചാലും ഒതുക്കിയാലും അവന് ബൃഹത്തായ ഒരു ചരിത്രമുണ്ട്. മനസ്സിലായില്ലേ? ഇവനെതിരെ കമൻ്റ് ഇട്ട് ഇതിങ്ങനെ ചുണ്ണാമ്പ് തൂക്കുമ്പോഴൊക്കെ എടുക്കണം. അവൻ കണ്ടുപിടിച്ച മൊബൈലിലൂടെ, അവൻ കണ്ടുപിടിച്ച ടെക്നോളജി ഉപയോഗിച്ച് അവനെതിരെ പൊരുതിക്കൊണ്ടിരിക്കുക. എന്നിട്ട് ചോദിക്കുക, ഇസ്രായേൽ എന്ത് ചെയ്തു ലോകത്തിന്? ഇന്ത്യക്കാരൻ കടപ്പെട്ടിരിക്കുന്നു ആ രാജ്യത്തോട്. കാർഗിൽ യുദ്ധത്തിൻ്റെ ഭീകരതയിൽ
പാകിസ്ഥാൻ തീവ്രവാദികൾ ഈ മലമുകളിലെ കാർഗിൽ നിരകളൊക്കെ പിടിച്ചെടുത്തിട്ട് ഇന്ത്യക്കാരെ ആക്രമിച്ച് നമ്മുടെ ദേശം റാഞ്ചിക്കൊണ്ടുപോയപ്പോൾ നമ്മൾ അമേരിക്കയോട് പറഞ്ഞു GPS തന്ന് സഹായിക്കണം, ഇവരെവിടാന്ന് അറിയാൻ പോലും. കാരണം മലയടിവാരത്തിൽ നിന്ന് ഇങ്ങനെ യുദ്ധം ചെയ്യണം. അവരുടെ ഒരു പട്ടാളക്കാരൻ മരിക്കുമ്പോൾ നമ്മുടെ 9 പേര് മരിക്കും. ഇത്തരം പ്രശ്നമാണ്. സഹായിക്കാൻ ആരുമില്ലാത്ത ഘട്ടത്തിൽ അത്യാധുനിക ബോംബർ വിമാനങ്ങളും സൗകര്യങ്ങളുമായി വന്ന് നമുക്ക് തന്ന് ഇന്ത്യയെ സംരക്ഷിച്ച ഒരു രാഷ്ട്രമാണ്. അതിൻ്റെ കാരണം ഇന്ത്യ പണ്ട് അവരെ സംരക്ഷിച്ചിരുന്നു. ജീവിത പ്രതിസന്ധിയിൽ ലോകത്ത് പോയിടത്തൊക്കെ തല്ലുവാങ്ങിക്കെട്ടിയപ്പോൾ ഇന്ത്യ സംരക്ഷിച്ചു. അത് ഞാൻ അല്പം കൂടെ ചെറുതാക്കി പറയാം. കേരളം അവരെ സംരക്ഷിച്ചു അന്ന്. അതാ ശരി. ഇന്ത്യ എന്ന ബൃഹത്തായ രാജ്യത്തിൻ്റെ ഇങ്ങേ മൂലയ്ക്ക് കിടക്കുന്ന കേരളം അവരെ സംരക്ഷിച്ചു. ഈ പേരിൽ ഇന്ത്യക്ക് മുഴുവൻ അങ്ങേ അറ്റത്ത് പ്രതിസന്ധി വന്നപ്പോൾ അവരും വന്നു. നമ്മുടെ ആദരണീയനായ ഇന്ത്യൻ പ്രധാനമന്ത്രി പ്രതിസന്ധിയിൽ അവർക്ക് ചങ്കുറപ്പോടെ പിന്തുണ പ്രഖ്യാപിച്ചു. നല്ലതിനെ നല്ലതെന്ന് പറയാൻ മടിക്കണ്ട. അല്ലല്ലേ അത്? അങ്ങനെ വേണ്ട. അല്ല ചുമ്മാ അതൊന്നും മിണ്ടായിരുന്നിട്ട് കാര്യമുണ്ടോ? ഞഞ്ഞാമിഞ്ഞാ പറഞ്ഞു ക്രൂരവും പൈശാചികമായി എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമൊന്നുമില്ല. കാര്യം വരുമ്പോൾ മനസ്സിലായില്ലേ? 9 വർഷം ക്രൂരവും പൈശാചികമായി ആയുധമൊന്നും പേടിച്ചു. അങ്ങനെ ഇരുന്നിരുന്ന് മറ്റവൻ കയറി ചൈന മുഴുവൻ അതിരും മാന്തിക്കൊണ്ട് പോയിട്ട് ക്രൂരവും പൈശാചികം എന്ന് പറഞ്ഞ് അവിടെ ഇരിക്കുക. കഴിവെള്ളം വന്നപ്പോൾ കാര്യം മാറി. ഇപ്പോൾ അതിരുമാന്തം വല്ലതും ഉണ്ടോ? ഒന്നുമില്ല. അതിന് കാരണങ്ങളുണ്ടോ? ഉള്ള പോലെ പറയുന്നതാണ്. എന്നെക്കൊണ്ട് അവർക്ക് ഒരു പ്രയോജനം ഉണ്ടാകില്ലെന്ന് ആദ്യം തന്നെ മനസ്സിലായല്ലോ. അത് വേറെ കാര്യം. പക്ഷേ നമുക്ക് ഉള്ള പോലെ കുറേയൊക്കെ പറയണതാണ്. സത്യം പറയാൻ എങ്ങും മടിക്കണ്ട. അതാ നമ്മൾ കുഞ്ഞുങ്ങളാരോ വാക്യം മുമ്പേ എന്ന പോലെ വഴിയും സത്യവും ജീവനുമായവനെ നമ്മൾ പ്രസംഗിക്കുന്നത്. ഹല്ലേലൂയ. തിരിച്ചു വരാം. അപ്പോൾ ഇസ്രായേൽ എന്നൊരു രാജ്യം ലോകത്തിൻ്റെ മുമ്പിൽ ഒരു പാഠമാണ്. എന്താ പാഠം? അവർ ലോകത്തിൻ്റെ പലയിടങ്ങളിൽ ചെതറി. ഈ കുമളിക്കാരെല്ലാം കൂടെ പിടിക്കുന്ന നമ്മളെ അങ്ങനെ അങ്ങെടുത്തു. നമ്മളെന്ന് ഞാൻ പറയാൻ കാരണം എനിക്ക് ഈ നാടുമായിട്ട് നല്ല ബന്ധമുള്ളവനാണ്. അതറിയോ? അമ്മ വീട് ഏലപ്പാറയാണ്. അമ്മാച്ചനൊക്കെ ഇപ്പോഴും ഇവിടെ താമസമുണ്ട്. പോട്ടെ. അതുകൊണ്ട് നമ്മുടേതായൊരു നാട്ടിലായി നിൽക്കുന്നത്. ഈ നാട്ടിൽ നമ്മളെല്ലാം അങ്ങ് ചെതറിയിട്ട് നമ്മൾ ഇന്ത്യ മുഴുവൻ ചെതറി. നമുക്കതിനപ്പുറത്തോട് ചെതറാൻ സാമ്പത്തികം ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഇന്ത്യയിലങ്ങ് ചെതറാം. പരമാവധി ശ്രീലങ്ക വരെ പോകും. അതങ്ങ് ചെതറി. വേണ്ട വടക്കേ ഇന്ത്യ മാത്രം ചെതറി അവിടെ വരെ പോയെന്ന് കുട്ടിക്കോ. നമ്മുടെ അവസ്ഥ എന്താണെന്നറിയോ? മലയാളം മറക്കും, ഭാഷ മറക്കും, ഭക്ഷണം മറക്കും, വസ്ത്രധാരണം മറക്കും, രീതിയെല്ലാം മറക്കും. അങ്ങനല്ലേ? എന്തിന് ഡൽഹി പോയി 1 മാസം നിന്നവൻ തിരിച്ചിവിടെ വന്നിട്ട് ആലൂന്നേ പറയത്തുള്ളൂ. കടയിൽ കയറി. മനസ്സിലായില്ലേ? ആലു ഇങ്ങനെ ഡാല്. ഒരാഴ്ച കണ്ട് പോയതേ ഉള്ളൂ. ഇതേ പറയത്തുള്ളൂ. ആരെയും കുഴപ്പമില്ല. നമ്മൾ മറക്കും. മാതൃഭാഷ മറക്കും, സംസ്കാരം മറക്കും, ജീവിതം മറക്കും. അവിടെ അങ്ങനെ ചില ആൾക്ക് ഈ സ്വന്തം നാടിനെപ്പറ്റി പറയത്തില്ല. പോയെടുത്ത് അതങ്ങനെ അവിടെ മൂല്യങ്ങളുണ്ടെങ്കിൽ കൊണ്ടുവരാൻ കേട്ടോ. അത് കുഴപ്പമില്ല. വാല്യൂസ് ആയിരിക്കണം കൊണ്ടുവരുന്നത്. പോട്ടെ. അപ്പോൾ എന്തിനാ ഞാൻ സൂചിപ്പിച്ചേ? ജൂതൻ 1 2 നാളല്ലെന്ന് 2000 ആണ്ട് ലോകത്ത് മുഴുവൻ ചിതറി. ലോകം മുഴുവൻ. സത്യം അതിൻ്റെ പിന്നിലെ ചരിത്രം പഠിച്ച് അതിലേറെയുണ്ട്. അവൻ്റെ മാതൃഭാഷ മറന്നില്ല. അവൻ്റെ പ്രാമാണിക ഗ്രന്ഥം മറന്നില്ല. അവൻ്റെ ഭൂതകാല ചരിത്രം മറന്നില്ല. അതൊരു പ്രവചന നിവൃത്തിയായിരുന്നു. ഈ പുസ്തകത്തിൽ നിന്റെ ദൈവമായ യഹോവ നിനക്ക് തരുന്ന പ്രമാണം വിട്ട് നീ ഇടത്തോട്ടോ വലത്തോട്ടോ മാറിയാൽ ദൈവമായ യഹോവ നിന്നെ ഭൂതലത്തിലെങ്ങും ചിതറിക്കും. എന്നിട്ടൊന്നുകൂടി പറഞ്ഞു. നേരം വെളുക്കുമ്പോൾ ഭയാനകത കൊണ്ട് നേരം വെളുത്തൊരു പകൽ ക്രൂരമായി നിനക്ക് തോന്നുമ്പോൾ പറയും, ക്രൂരതയുടെ ഈ പകൽ ഒന്ന് തീർന്നു കിട്ടി, ഒന്ന് സന്ധ്യയെങ്കിൽ കൊള്ളായിരുന്നു. സന്ധ്യയിൽ നീ പറയും, ഒന്ന് നേരം വെളുത്തെങ്കിൽ കൊള്ളായിരുന്നു. സ്വസ്ഥത കിട്ടാത്ത ദിനരാത്രങ്ങളിലൂടെ ഇസ്രായേൽ ഉലകം മുഴുവൻ ചിതറി.
പോയിടത്തെല്ലാം അവരെ പീഡിപ്പിക്കുന്ന ഒട്ടേറെ ശക്തികൾ ഉടലെടുത്തു. സ്വദേശം വിട്ടേടി 70-ൽ യഹൂദന് ചിതറേണ്ടി വന്ന രാഷ്ട്രീയ സാഹചര്യം ഞാൻ സന്ദർഭവശാൽ വിശദീകരിക്കുന്നില്ല. ചിതറിപ്പോയ യഹൂദനോട് മറ്റൊന്നുകൂടി ദൈവം പറഞ്ഞു, നിന്റെ ദൈവമായ യഹോവ ഒരിക്കൽ നിന്നെ ദൂരത്തു നിന്ന് കൂട്ടിച്ചേർക്കും. തെക്ക് നിന്ന്, വടക്ക് നിന്ന്, പടിഞ്ഞാറ് നിന്ന്, സമുദ്രാതിർത്തികളിൽ നിന്ന്, ഭൂതലത്തിൻ്റെ അറ്റത്ത് നിന്ന് നിന്നെ കൂട്ടിച്ചേർക്കും. ഒരു കാര്യം ഇന്ന് രാത്രി ഉറപ്പാക്കണം, കടിച്ചു കീറുന്നവനെ നിന്റെ മുറിവ് കെട്ടാനും സാധിച്ചു. അടിക്കുന്നവനവനാണെങ്കിൽ തഴുകി ഉണർത്തി മുറിവ് കെട്ടി സൗഖ്യമാക്കാനും അധികാരമുള്ള ആത്യന്തികനായ ദൈവത്തിൻ്റെ മക്കളാണ് ഞാനും നിങ്ങളും എന്ന് സത്യം അറിഞ്ഞിരിക്കണം. ഹല്ലേലൂയ. അവരൊരു പാഠമാണെന്നേ. ഞാൻ അവരെ കേന്ദ്രീകരിച്ച എസ്കറ്റോളജി അല്ല പ്രസംഗിക്കുന്നത്, പക്ഷെ ചരിത്ര പ്രാധാന്യമുള്ള ഒരു ജനതയാണ്. ഉലകത്തിലെങ്ങും ചിതറിപ്പോയവൻ തിരിച്ചു വന്ന കാര്യമുണ്ട്. ജൂതൻ അനുഭവിച്ച പീഡയുടെ വ്യാപ്തി ഞാൻ ക്ലാസ് എടുത്ത് ഒത്തിരി ഇട്ടിട്ടുണ്ട് യൂട്യൂബിൽ. പോയിടത്തെല്ലാം ജൂതനെ പീഡിപ്പിക്കാൻ ചില കാരണങ്ങളുണ്ട്. ഹിറ്റ്ലർക്കൊരു കാരണം, മുസോളിനിക്കൊരു കാരണം, റഷ്യയിലെ സർച്ചക്രവർത്തിമാർക്കൊരു കാരണം. ഇതൊക്കെ വെച്ച് പീഡിപ്പിച്ചു. വെറുതെ പീഡിപ്പിക്കുക എന്ന് വെച്ചാൽ ഇവർ പോയിടത്തെല്ലാം അധ്വാനിച്ച് കച്ചവടം ചെയ്തു നോക്കി നിൽക്കുക, സമ്പന്നരായി. അപ്പോൾ നമുക്കൊരു കാര്യം അറിയാം, പരിപാടി പറ്റിയല്ല, സംസാരിക്കാൻ പറ്റിയല്ല, അതൊക്കെ കർശനമാണ്. ഞാനിങ്ങനെ പറയുന്ന ആരുടെ പിണക്കമുണ്ടല്ല, ഞാൻ ഈ കുറിപ്പ് വച്ചല്ല ഒന്നും പറയുന്നു, ഒരു ഓർമ്മയെന്ന് പറയുകയുണ്ടായി. നിങ്ങളിപ്പോൾ ഇതൊന്ന് യോഗ ഉഴപ്പണമെന്ന് ഒരൊറ്റ വഴിയേ ഉള്ളൂ. ഇവിടെ ഒരു സുവിശേഷ വിരോധിയും വരണ്ട, ഇച്ചിരി ചായയും കൊണ്ട് ഇപ്പോൾ ഇങ്ങോട്ട് വന്നാൽ മതി. ഞാൻ ഇടയ്ക്ക് വെള്ളമൊന്നും കുടിക്കുകയല്ല, അതാ. എന്നാൽ പിന്നെ ഈ ചായയോ കാപ്പിയോ ഉണ്ട് നേരത്തെ കൊണ്ട് വെക്കത്തില്ല, ഇതിൻ്റെ ഇടയ്ക്ക് കയറി വരിക ഫ്ലാസ്കും ഒക്കെ ആയിട്ട്. എനിക്ക് വേണ്ട ഇടയ്ക്ക് വെള്ളം. ഞാൻ അങ്ങനെ ഒരു പരിശീലനമാണ് പ്രസംഗിച്ച് വരുന്ന വഴിക്ക്. ഇത് തീരുന്ന കണക്ക്. ചിലതിൻ്റെ പുറകിൽ നിന്ന് ഇങ്ങനെ സംസാരിക്കും, മിണ്ടിപ്പോയേക്കല്ലേ പേടിക്കുന്ന ആൾക്കാർ. വല്ലാത്ത വിഷയമാവും. ഇവിടെ ഹമാസും ഇസ്രയേലും എല്ലാം വരും, പ്രശ്നം ഉണ്ടാക്കി മര്യാദയ്ക്കിരുന്നു നിർത്താൻ ഒരു സമയമൊക്കെ എനിക്കറിയാം. സമയത്ത് ഇവിടെ നിൽക്കും, ശബ്ദമുണ്ട്. അപ്പം ചോദിക്കും പരസ്യത്തിന് എങ്ങനെയാണ്? അത് വേറെയല്ലേ സംഭവം, അക്കൗണ്ട് വേറെയാണ്. നിങ്ങൾ ഇതിനകത്ത് വന്ന് ആവശ്യമില്ലാതെ സംസാരിച്ചുകൊണ്ടിരുന്ന ഞാൻ സ്ഥിതി അങ്ങനെ. ഇതെല്ലാം ഓർമ്മയെന്ന് പറയുന്നുണ്ട്, അതിൻ്റെ പ്രശ്നമുണ്ട്. എനിക്ക് എഴുതി വെച്ച് അങ്ങോട്ട് നോക്കാൻ പറ്റില്ല, ഈ പേരാണ് എഴുതി വെച്ചിരിക്കുന്നത് ഇവരുടെ. അതാ ഇങ്ങനെ ഓർത്ത് പറഞ്ഞു, ഒരാൾ അങ്ങനെ കിട്ടിയുണ്ടാകും. അപ്പം ഞാനിങ്ങനെ നോക്കിയല്ല പറയുന്നത്, എൻ്റെ ഒരു പരിമിതിയാണ്. സ്തോത്രം. ഏതായാലും തിരിച്ചു വരാം. ഈ ജൂതന്മാരെ പല രൂപത്തിൽ പീഡിപ്പിച്ചു. ആ പീഡയൊന്നും ഞാൻ വർണ്ണിക്കുന്നില്ല. ആ പീഡയുടെ കാരണം പലതായിരുന്നു. ഓരോ സ്ഥലങ്ങളിൽ കച്ചവടം ചെയ്ത് സമ്പന്നരായ ജൂതന്മാർ ഒരു മണി, അത് അവർ ഏതാണ്ട് ശ്രേഷ്ഠന്മാരാന്നുള്ള അർത്ഥത്തിലൊന്നും ഞാൻ പറയില്ല കേട്ടോ. അവർ കച്ചവടം ചെയ്യുക മാത്രമല്ല, അമിത പലിശയ്ക്ക് പണം കൊടുത്തു. അമിത പലിശയ്ക്ക്. ആ പണി ഇന്നും അവർ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കറിയാം, ചില ബാങ്കുകളിൽ, ന്യൂ ജനറേഷൻ ബാങ്കുകളിൽ ജോലിയുള്ള നമ്മുടെ സഹോദരങ്ങൾ വന്നിട്ട് നമ്മോട് പറയും, ഒരക്കൗണ്ട് എടുക്കണേ, ഒരു കോമ്പറ്റീഷൻ ടൈം ആകട്ടോ, ഒരക്കൗണ്ട് ഒത്തിരി നേരം കാല് പിടിക്കുമ്പോൾ നമ്മൾ കൊണ്ട് 10,000 രൂപ അവിടെ ഇട്ടു, ഇത്ര ചെയ്തുള്ളൂ. എന്നിട്ട് നിങ്ങളൊന്നും ചെയ്യാതെ അനങ്ങാതിരിക്കുക. ഒരു 8-10 കൊല്ലം കഴിയുമ്പോൾ വരും ഒരു 3 ലക്ഷം രൂപ അടയ്ക്കണം, ജപ്തി. നമ്മൾ ആകെപ്പാടെ ഇത്ര ചെയ്തുള്ളൂ, ഇവിടെ ജോലി നിലനിന്നോട്ടെന്നോ തിട്ടായി 10 രൂപ. ഇങ്ങനെ സംഭവം എന്നറിയോ? ഇത് വായിച്ചു നോക്കാതല്ല ഒപ്പിട്ട് കൊടുത്ത്. ഇതിൻ്റെ താഴെ ഇരിക്കുന്നത് എന്നും ഈ ട്രാൻസാക്ഷൻ നടത്തിക്കൊണ്ടിരുന്നില്ലേ ഫൈനാ. അതിങ്ങനെ വന്ന് പലിശ, മേപ്പലിശ, നമ്മളാകെ ചെയ്ത കുറ്റം, അവിടെ ക്യാഷ് കൊണ്ടിട്ടു. സൂക്ഷിക്കണം. ഇതൊക്കെ കണ്ടിട്ട് ഇതെല്ലാം കൊണ്ട് ക്യാഷ് ഇട്ട് അത് വരും ഇത് വരും എന്നല്ല പറഞ്ഞാൽ ചെയ്യുമ്പോൾ അവസാനം ശിക്ഷ തിരിച്ചു കിട്ടും. ലോൺ എടുത്തല്ലെന്ന് ഈ കാര്യം പറയുന്നത്, ഈ അക്കൗണ്ടിലിട്ട കാര്യം ഈ പറഞ്ഞു. മനസ്സിലായോ? ബാങ്കുകളുടെ പേര് വേണേൽ എന്നോട് പിന്നെ ചോദിച്ചാൽ മതി. ഞാനായിട്ടൊരു അവർക്ക് പരസ്യമായിട്ട് വെക്കുന്നില്ല, നിങ്ങളെ രക്ഷിക്കുകയും വേണമല്ലോ. ഞാൻ പറഞ്ഞുതരാം. ന്യൂ ജനറേഷൻ ബാങ്കുകളെല്ലാം ഇങ്ങനെയാ, എല്ലാം ഇങ്ങനെയാ ന്യൂ ജനറേഷൻ ബാങ്കുകൾ. ന്യൂ ജനറേഷൻ എന്ന് പറഞ്ഞാലേ ഉണ്ടല്ലോ അതിനകത്തൊരു ഒരു ആകാഴിക. മനസ്സിലായില്ലേ? അത് ആത്മീയം എടുത്താലും ഭൗതികം എടുത്താലും അതിനകത്തെല്ലാം ഉണ്ട്. ഏതാണ്ടൊരു ഒപ്പിരി പരിപാടി ഉണ്ടല്ലേ. അതാ കാര്യം. ഒരു സത്യസന്ധത ഇല്ലെന്ന്, നേരാമണ്ണം ഒരു പോക്കില്ലെന്ന്. ജൂതനും ഇങ്ങനെ കൊള്ളയടിക്കുന്ന സമൂഹത്തെ മനുഷ്യനങ്ങ് വെറുത്തു. അങ്ങനെയൊക്കെ ഈ പീഡ, അവനും കുറ്റവാളിയാന്നേ. ആ കൂടെ ശരി ചെയ്യുന്നവനെയും തെറ്റ് ചെയ്യുന്നവനെയും പിടിച്ച് ഒരുപോലെ അടിക്കുക.
ഒരുപോലെ ശിക്ഷിക്കുക. മലയാളിയാണ് എന്ന കാരണത്താൽ നിങ്ങൾ ശിക്ഷിക്കപ്പെട്ടാൽ എങ്ങനെ ഇരിക്കും? നിങ്ങളുടെ ജാതിയുടെ പേരിൽ, വർഗത്തിൻ്റെ പേരിൽ, മതത്തിൻ്റെ പേരിൽ, രാഷ്ട്രത്തിൻ്റെ പേരിൽ ശിക്ഷിക്കപ്പെട്ടാൽ എങ്ങനെ ഇരിക്കും? പാവങ്ങളില്ലേ അതിൽ? അങ്ങനെ ജൂതന്മാരെ കൊന്ന രീതി, അതായത് ഈ സമ്പന്നരുടെ കണക്കുമൊക്കെ പറയുമ്പോൾ ഈ ചെയ്ത യഹൂദന്മാരെല്ലാം ഇങ്ങനെ കാശുണ്ടാക്കിയല്ലായിരുന്നു. അപ്പോൾ തന്നെ നമ്മൾ തന്നെ ഇന്ത്യയെക്കുറിച്ച് പറയുമ്പോൾ പറയാറുണ്ട്, ഇന്ത്യ ഒരു സമ്പന്ന രാഷ്ട്രമാണ്. അതിന് പ്രതിശീർഷ വരുമാനം കണക്ക് കൂട്ടി ഒരു കണക്കൊക്കെ നമ്മുടെ എന്താ പറയുക സാമ്പത്തിക വകുപ്പ് മുമ്പോട്ട് വെക്കാറുണ്ട്. അത് വെച്ച് നോക്കുമ്പോൾ ഇന്ത്യ ഒരു സമ്പന്ന രാജ്യം തന്നെയാണ്, സംശയമൊന്നുമില്ല. അപ്പോൾ ഇന്ത്യ ഒരു സമ്പന്ന രാജ്യമാണെന്ന് പറയുമ്പോൾ നമുക്കൊരു അഭിമാനമില്ലേ? അഭിമാനമില്ലേ? ഉണ്ട്. പക്ഷെ ഞാൻ അഭിമാനിക്കുന്നത് എങ്ങനെയാണെന്നറിയോ? അംബാനിയുടെ കയ്യിലിരിക്കുന്ന ക്യാഷും എൻ്റെ കാശും നിങ്ങളുടെ കാശും എല്ലാം ഒന്നിച്ചു കൂട്ടി ഒരു കണക്കെടുക്കും. ആ കണക്കില ആ കാശും ഈ കാശും എല്ലാം കൂടെ വരുമ്പോൾ ഒരു സമ്പത്തുണ്ട്. മനസ്സിലായോ? അപ്പോൾ ഫ്രീ ആയിട്ട് അഭിമാനിച്ചോളാൻ നമ്മളെല്ലാം. ഞാനങ്ങ് അഭിമാനിക്കുക. എനിക്ക് പിന്നകത്തൊരു വേറൊരു ബന്ധം കൂടെ ഉള്ളത്, അവൻ്റെ പേരും അനിൽ എന്നാണ്, എൻ്റെ പേരും അനിൽ എന്നാണ്. എനിക്കൊരു അഭിമാനം. നിങ്ങൾക്കൊന്നും അതില്ല. മനസ്സിലായില്ലേ? പിടികിട്ടിയോ? എനിക്കൊരു അഭിമാനം. നടക്കട്ടെ. ഇങ്ങനെയാണ് നമ്മളെ സമ്പന്നരാക്കുന്നത്. പിടികിട്ടില്ലേ? കണക്കില്ല. അതിൻ്റെ അറിയണ നിങ്ങളുടെ കാര്യം ചെയ്താൽ മതി. ഞാൻ ഈ പോയിട്ടിരുന്ന് ഈ മനോരമയും ചാനൽ ഇങ്ങനെ കാണും. അപ്പോൾ ഒരു കാര്യം മനസ്സിലാവും, ഭയങ്കര വിലക്കയറ്റം, വലിയ ക്രമസമാധാന പ്രശ്നം. ഇതെനിക്ക് മനസ്സിലാവും. ഇപ്പോൾ ഒരു ടെൻഷനുണ്ട്, ഇത്രയും വിലക്കയറ്റം വരുന്നു, പ്രശ്നം വരുന്നു. ഇത് മാറാൻ വേണ്ടി ചെയ്യുന്നത് നേരെ കൈരളി ചാനൽ കാണും. അപ്പോൾ അതങ്ങ് മാറും. അപ്പോൾ ഒരു കുഴപ്പമില്ല, എല്ലാം വളരെ ക്ലിയർ, ഭംഗി, കാര്യമായിട്ടെല്ലാം ഡീസൻ്റായിട്ട് പോകുന്നു. കണ്ടോ, നമുക്ക് ജീവിച്ചു പോകാൻ എന്തെല്ലാം മാർഗങ്ങൾ ഈ ലോകത്തുണ്ട്. എന്തിനാ ഈ ടെൻഷൻ? അപ്പോൾ ഒരു ചാനൽ കാണുമ്പോൾ നിങ്ങൾക്ക് വിഷമം വരികയാണെങ്കിൽ, വിലക്കയറ്റമാകാൻ തോന്നുകയാണെങ്കിൽ നേരെ അങ്ങോട്ട് തിരിയുക, കുറച്ചു നേരം അത് കാണുക, സംഗതി ഓക്കെ. മനസ്സിലായില്ലേ? ഇനി ഹമാസ് കുഞ്ഞുങ്ങളെ കൊല്ലുന്നു എന്നൊക്കെ കാണുമ്പോൾ അത് ഭീകരമായിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങളൊരു ചാനൽ മാറ്റി കാണുക. അല്ലെ ഇനിയും മറ്റേതാണ് പ്രശ്നമെന്ന് തോന്നിയാൽ നേരെ മീഡിയ വണ്ണ് കാണുക. മനസ്സിലായില്ലേ? നമുക്കൊരാശ്വാസം എന്ന് പറഞ്ഞ പോലെയാണ് ഈ കണക്ക്. ജൂതനെല്ലാം തീവ്രവാദികളൊന്നുമല്ല, അവരിലും നല്ല മനുഷ്യരുണ്ട് ഭൂരിപക്ഷം. അതെന്താ പറയണ്ടേ? ഈ പറഞ്ഞതിൻ്റെ അർത്ഥം ജൂതൻ കാലഘട്ടങ്ങളിലൂടെ ആർജിച്ച സമ്പത്ത് കൊണ്ട് അവൻ ശക്തരായി. അപ്പോൾ തദ്ദേശവാസികൾ അവരിൽ നിന്ന് പണം പലിശക്കെടുത്തു. പലിശയ്ക്ക് ലോകത്താരും പണമെടുത്ത് ഒരു സ്ഥാപനവും നടത്തി വിജയിച്ച ചരിത്രം ഇല്ല. അറിയോ? പേടിച്ചിരിക്കുക. എക്കണോമിക്സ് പഠിച്ച ഒരാളും പലിശയ്ക്ക് പണം എടുക്കരുത്. എക്കണോമിക്സ് പഠിച്ചില്ലെങ്കിലും എടുക്കരുത്. എന്താ കാര്യം പറയാം. നിങ്ങളെടുക്കാൻ പോകുന്ന കടയുടെ വാടക, സ്റ്റാഫിൻ്റെ ശമ്പളം, കറണ്ട് ചാർജ്, വാട്ടർ സപ്ലൈ, ഗുഡ്സ്, ട്രാൻസ്പോർട്ടേഷൻ, നിങ്ങളുടെ കൂലി, ഇങ്ങനെ കിട്ടുന്ന ലാഭവും ബാങ്ക് ഇട്ടിരിക്കുന്ന പലിശയും തമ്മിൽ കണക്ക് കൂട്ടിയാൽ പലിശ ഒത്തിരി മുകളിലാണ്. തീരുകയില്ല. ഞാൻ കണക്ക് കൂട്ടിത്തരാം. ഇതാ സ്ഥിതി. എല്ലാ ബാങ്കിനെയും ഈ പറയുന്നത്, എല്ലാ ബാങ്കിനും ഒന്നിനെ അല്ല പറയുന്നത്, എല്ലാ ബാങ്കുകളും ഇതാ. പോട്ടെ. എന്നോടൊരു കൂട്ടുകാരനായ ബാങ്കുമാനോട് പറയുന്നത്, ഇനി ഒരെങ്ങും പോയി നീ സംസാരിക്കില്ല. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ ബാങ്കിങ് എന്ന ആശയം പോലും ജൂതൻ്റെയാണ്. നമ്മുടെ കയ്യിലെ പണം ശേഖരിക്കുക, അത് പലിശയ്ക്ക് കൊടുക്കുക, ഇതെല്ലാം പ്രശ്നമായി. ജൂതൻ്റെ കയ്യിലെ തെറ്റുകൾ ഇതൊക്കെയാണ്. പക്ഷേ ഇവനിതെല്ലാം പറഞ്ഞാരംഭിച്ച് അവർ മാത്രമല്ലല്ലോ, കരുത്തരായി, സമ്പന്നരായി. വേൾഡ് വാറുകൾ രൂപപ്പെടുമ്പോൾ ഈ ബാങ്കുകളോട് ജർമ്മനിയും ഇറ്റലിയും ഒക്കെ ചെന്ന് പലിശയ്ക്ക് പണം ചോദിച്ചപ്പോൾ യുദ്ധക്കെടുതിയിലേക്ക് പോകുന്ന ഒരു രാജ്യത്തെ സഹായിക്കാൻ കഴിയില്ല. ലോൺ മുടക്കി, പ്രശ്നമായി. പിന്നെ പീഡയായി, ആക്രമണമായി, അതിദാരുണമായ പീഡ. ആ പീഡകളിൽ ചിലത് മാത്രം പറയാം. കൊച്ചു കുട്ടികളിൽ തുടങ്ങാം, അല്ല പിഞ്ചോമനയിൽ തുടങ്ങാം, ഇച്ചിരി ക്രൂരമാണെങ്കിലും. ഗർഭസ്ഥ ശിശുവിനെ, ഗർഭവതിയായൊരു സ്ത്രീയുടെ ഉദരം പിളർന്ന് പുറത്തെടുക്കുക. ആ സ്ത്രീയെ നിർത്തിയേക്കുക, ഒരു ഇരുമ്പ് ദണ്ടോട് ചേർത്ത് ഇങ്ങനെ കെട്ടിയേക്കുക. വയറ് കീറി കുഞ്ഞിനെ വലിച്ചു പുറത്തിറക്കി. ഗർഭസ്ഥ ശിശുവിനെ, ഭ്രൂണം 7-8 മാസമൊക്കെ ആയതാണ്. എന്തു ചെയ്യും? ഈ പിടയ്ക്കുന്ന കുഞ്ഞില്ലേ, അതിന് ജീവനൊക്കെ ഉണ്ട്. ആ കുഞ്ഞിനെ ഉടച്ചു പരുവപ്പെടുത്തി ഒരു ലിക്വിഡ് ഉണ്ടാക്കും.
ഈ ലിക്വിഡ് ഉണ്ടാക്കുന്ന എന്തിനാ? സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ഉണ്ടാക്കാൻ. സൗന്ദര്യവർദ്ധക വസ്തുക്കളില്ലേ? ഇപ്പോഴും നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ വെളുപ്പ് പോരാന്ന് പറഞ്ഞ് തേക്കുന്ന ഫെയർ ആൻഡ് ലവ്ലി ഇല്ലേ? എന്താന്ന് അങ്കിൾ പറഞ്ഞുതരാൻ മോളെ. ഹോസ്പിറ്റലിൽ ചെന്നിട്ട് കമ്പനിക്കാരനും മൾട്ടിനാഷണൽ ഹോസ്പിറ്റലും തമ്മിലുള്ള ടൈപ്പിൻ്റെ ഭാഗമായിട്ട് ഗർഭസ്ഥ ശിശുവിൻ്റെ വേസ്റ്റ്, പ്രസവ വേസ്റ്റ്, ജൈവ വേസ്റ്റ് അവർ ശേഖരിച്ച് വിൽക്കും. ഈ സാധനം കെമിക്കലൊക്കെ ഇട്ട് കുറേ പരിപാടി ചെയ്തിട്ടാണ് നമ്മൾ ഈ തേക്കുന്നത്. എന്നിട്ട് ആ കൈ കഴുകാതെ ചോറുണ്ട് വെച്ച് പോകുന്ന കല്യാണത്തിന്. മനസ്സിലായില്ലേ? കച്ചവടം ഒന്നുകൂടെ പൂട്ടിയല്ലേ? ലോണ് പോയി, ഫെയർ ആൻഡ് ലവ്ലി പോയി, ഇനിയുണ്ട്. നമ്മുടെ ഇന്ന് ഐഡിയ 10-40 രൂപ ഈ മ്യൂസിക്കിന് മേടിക്കും. ആരും അത് കേൾക്കുന്നില്ല. ഒരു ബെല്ലടിപ്പിച്ചിട്ട് നിങ്ങൾ 12 മാസം കൊണ്ട് എത്ര രൂപ കൊടുക്കും? നമ്മൾ ഇത്രയും പേരെ കണക്കൂട്ടിയ ഇത്രയും പേരിൽ നിന്ന് ഇതിന് വാങ്ങിക്കൊണ്ടിരിക്കുന്ന വാടക എത്ര ആയിരുന്നറിയോ? നമ്മൾ തന്നെ 10-12,000 രൂപ ഇത്രയും പേര് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഐഡിയ പറയായിരുന്നു, ആൻ ഐഡിയ ക്യാൻ ചേഞ്ച് യുവർ ലൈഫ്. കാശ് പോയിക്കൊണ്ടിരിക്കുക. ഐഡിയ എത്ര പേരെ ജീവിതം ഇതുപോലെ ചേഞ്ച് ചെയ്തെന്നറിയണ്ടേ? ചുരുക്കി പറഞ്ഞാൽ ഒത്തിരി കാര്യങ്ങളുണ്ടെന്നേ ഈ രാജ്യത്ത്. സമൂഹത്തിൽ പഠിക്കേണ്ട ഒത്തിരി കാര്യങ്ങളുണ്ട്. തിരിച്ചു വരാം. ഒടുവിൽ സമ്പന്നരായ ജൂതനെ പീഡിപ്പിച്ച ചില രീതികളായി. എല്ലാവരെയും പീഡിപ്പിച്ചു. കുഞ്ഞുങ്ങളെ എങ്ങനെ കൊന്നു. താരതമ്യേന സുന്ദരന്മാരാണ് ജൂതന്മാർ. നല്ല റോസ് നിറം ഇടകലർന്ന ഗോതമ്പ് നിറവും റോസ് നിറവും കൂടിയൊരു ത്വക്കാണ്. ആ ശരീരം അവരെ കൊന്നിട്ട് ഈ ത്വക്കുരിഞ്ഞെടുത്ത് വാനിറ്റി ബാഗുകളാക്കി, അത് സംസ്കരിച്ച് വാനിറ്റി ബാഗുകളാക്കി വിൽക്കും. തങ്ങൾ ഉപയോഗിക്കുന്ന ബാഗ് മാനുകളുടെ തോലെന്ന വ്യാജേനയാണ് വിൽക്കുന്നത്. മനുഷ്യൻ ഉപയോഗിച്ച ബാഗുകളാ കാലഘട്ടത്തിൽ 100 കൊല്ലം പിള്ളേർ കേട്ടോ ആയി പറയുന്നില്ലേ. ഇതൊക്കെ അനുഭവിച്ചവർ 1-2 പേരെയല്ല ഹിറ്റ്ലർ കൊന്നത്. ആകെ ഹിറ്റ്ലർ ജീവകാലത്ത് കൊന്നത് 1,10,00,000 പേരെയാണ്. 1,10,00,000 പേരെ ഹിറ്റ്ലർ ക്രൂരമായി കൊന്നൊടുക്കി. ഹിറ്റ്ലറുടെ ഗ്യാസ് ചേമ്പറൊക്കെ ഉണ്ട് പറയാം. ചിലത് പറയാം. 1000 പേർക്ക് ഇരിക്കാവുന്ന ആഡിറ്റോറിയം, തിയേറ്ററുകൾ, അതിനുള്ളിലേക്ക് 10,000 പേരെ തിക്കിക്കയറ്റിയാൽ എങ്ങനെ ഇരിക്കും? ഇരിക്കാനും നിൽക്കാനും ഒന്നും ഇടയില്ല. ഇങ്ങനെ മുട്ടി നിൽക്കുകയാണ്. എല്ലാ കഥ ഉടയ്ക്കും. കിളിവാതിലൂടെ അവിടേക്കൊരു വാതകം സ്പ്രേ ചെയ്യും. വാതകം സ്പ്രേ ചെയ്യുന്നത് നമ്മളൊന്നും ശ്വസിച്ചു. അടുത്ത നിമിഷം ഓക്കാനം വന്ന് അവിടെ നിന്ന് ഒമിറ്റ് ചെയ്യും. എന്താ നിങ്ങൾ ഛർദ്ദിച്ചെന്നറിയണ്ടേ? ആന്തരിക അവയവങ്ങൾക്ക് ക്ഷതം തട്ടിയിട്ട് അവയുടെ ഭാഗം ദ്രവിച്ച് വായിലൂടെ പുറത്തു വരികയാണ്. നിന്ന് മരിക്കും. മരിച്ചവരുടെ ശരീരം ഇതുപോലൊരു ജൂതൻ വന്ന് തൂക്കിയെടുത്തുകൊണ്ട് പോകും. തോളില് പണിക്കാരാ തൂക്കിയെടുത്തുകൊണ്ട് പോയിട്ട് ആദ്യം ചെയ്യുന്നത് സോർട്ടിങ്. ഷർട്ടൂരും വസ്ത്രങ്ങളെല്ലാം ഊരി അതെല്ലാം സോർട്ട് ചെയ്യും. അത് ബ്ലീച്ച് ചെയ്ത് കഴുകി ചെയ്ത് ശുദ്ധീകരിച്ച് പുതിയ വസ്ത്രങ്ങളെന്ന രൂപേണ വീണ്ടും വിപണിയിൽ വിൽക്കും. മനസ്സിലായില്ലേ? വാതുറന്ന് പല്ലുകളിൽ സ്വർണ്ണപ്പല്ലുണ്ടോ എന്ന് നോക്കും. അന്നൊക്കെ അങ്ങനെ തിരിച്ചുണ്ടല്ലോ. ഇതൊക്കെ പിഴുതെടുക്കും. ഇനി കൊച്ചു കുട്ടികളുണ്ടല്ലേ, 5-6 വയസ്സുള്ള കുഞ്ഞുങ്ങളുടെ ശരീരത്തിലേക്ക് വാക്സിൻ കൊടുക്കുന്നു എന്ന രൂപത്തിൽ മാരക രോഗങ്ങളുടെ അണുക്കളെ കുത്തും. രോഗിയാക്കി മാറ്റി രോഗമുള്ള കുട്ടിയെ ഈ കൂടി ഇരുത്താൻ പാടില്ല എന്ന് പറഞ്ഞ് സ്കൂളിൽ നിന്ന് പിടിച്ചോണ്ട് പോയിട്ട് ഹോസ്പിറ്റലിൽ കിടത്തി അവൻ്റെ ശരീരത്തിൽ ഇതിനുള്ള ചികിത്സയുടെ മരുന്നുകൾ പരീക്ഷിക്കും. ഇവിടെ എടുത്തുകൊണ്ട് പോയ ശവശരീരങ്ങൾ കത്തിച്ച് ചാമ്പലാക്കിയ കൊഴുപ്പ് അത് ശേഖരിച്ച് സോപ്പുണ്ടാക്കി വിപണിയിൽ വിറ്റു. 1,10,00,000 മനുഷ്യരെ കൊന്നതിൽ 60 ലക്ഷം പേരും ജൂതന്മാരായിരുന്നു. അങ്ങനെ തകരുന്ന ജൂതന്മാർ ചിലയിടങ്ങളിൽ ആശ്വാസം പ്രാപിച്ചിരുന്നു. അതിലൊന്നീ കേരളമാണ്, മറ്റൊന്ന് പാശ്ചാത്യ രാജ്യങ്ങൾ. അമേരിക്കയിലൊന്നും പ്രശ്നമില്ല. അപ്പോൾ വിയന്നയിൽ കൂടിയൊരു സമ്മേളനമുണ്ട് ജൂതന്മാരുടെ. അവർ തീരുമാനിച്ചു, നമ്മളിങ്ങനെ പീഡിപ്പിക്കപ്പെടുക, ഇതൊന്ന് മാറണം. നമുക്കതിനൊരു കാര്യമുള്ളൂ, ഒറ്റക്കെട്ടായിട്ട് ഒരു സ്ഥലത്ത് ഒന്നിച്ചു പാർത്ത് ഒരു പുനരധിവാസം. ആ പുനരധിവാസത്തിൻ്റെ ഭാഗമായി ചിന്തിച്ചപ്പോൾ
പലരോടും അവരാവശ്യപ്പെട്ടു, ഞങ്ങൾക്കൊന്ന് അധിവസിക്കാൻ ഒരല്പസ്ഥലം. വെറുതെ വേണ്ട, നാട്ടു നടപ്പുള്ള വിലയുണ്ടല്ലോ, ആ വില തരാം. ആ വില തന്ന് എടുത്താൽ മതി. ഒരു രാജ്യം അവരെ കൈക്കൊള്ളുകയില്ല. കാരണം അവരെ പറ്റി പറഞ്ഞു പരത്തിയത് ഭീകരന്മാരാണ്. അവർ കയ്യിലെടുക്കില്ല. ആരുമില്ലാതിരിക്കും. കാരണം അവർക്ക് ഫണ്ടുണ്ട്, കയ്യിൽ ക്യാഷൊക്കെ ഉണ്ട്, സ്ഥലം കൊടുക്കില്ല. അവർ തീരുമാനിച്ചു, AD 70 ഞങ്ങളുടെ പൂർവികർ ഇട്ടിട്ട് പോന്ന, അവരെ നിഷ്കാസിതമാക്കിയ ഇസ്രയേൽ എന്ന് ഞങ്ങൾ വിളിക്കുന്ന, പാലസ്തീൻ എന്ന് റോമക്കാർ വിളിക്കുന്ന ആ സ്ഥലം നമുക്കൊന്ന് ചോദിക്കാം. അന്ന് ഇസ്രയേൽ എന്നറിയപ്പെടുന്ന സ്ഥലം അറയില എന്നറിയണ്ടേ? തുർക്കികൾ എന്നറിയപ്പെടുന്ന ഒട്ടോമൻ തുർക്കികൾ ആ സാമ്രാജ്യത്തിൻ്റെ ഇല്ല. തുർക്കികളുടെ ഭരണാധികാരി ഹുസൈൻ ചക്രവർത്തിയെ കണ്ട് യഹൂദ നിവേദക സംഘം ഒരാവശ്യമുന്നയിച്ചു. ഞങ്ങൾക്ക് ഇസ്രയേൽ എന്ന രാജ്യം തിരിച്ചു തരുമോ? അവിടെ ഒരല്പ ഭൂമി തരുമോ? വെറുതെ വേണ്ട, വില തരാം, വില തരാം. ഇത് കേട്ടപ്പോൾ തുർക്കികളുടെ ഭരണാധികാരിയായ ഹുസൈൻ രാജാവ് പറഞ്ഞു, തരാം, വിലയൊന്നും വേണ്ട, സൗജന്യം തരാം. ഒരു വ്യവസ്ഥയുണ്ട്. എന്താ വ്യവസ്ഥ? നിങ്ങൾ ഗലീലിയക്കടൽ കണ്ടിട്ടുണ്ടോ? കണ്ട്. ഗലീലിയക്കടലിൽ നിന്ന് ഒരു നദി ഉത്ഭവിക്കുന്നുണ്ടോ? നദി ഗലീലിയക്കടലിൽ കടലല്ല, ഒരു തടാകമാണ്. അതിൻ്റെ അറ്റം ഒരു നദിയായിട്ട് ഇങ്ങനെ ഒഴുകിപ്പോകുന്നുണ്ടോ? ഓ, യോർദാൻ. ഓ, യോർദാൻ ചെന്ന് ചാവുകടലിൽ പതിക്കുന്ന കണ്ടിട്ടുണ്ടോ? ഉണ്ട്. അതിന് അപ്പുറത്ത് യെരുശലേമിൽ ഒലിവുമല എന്നൊരു സ്ഥലമുള്ള അറിയോ? അറിയാം. എന്നെങ്കിലും ഈ ഗലീലിയക്കടലിലെ വെള്ളം ഒഴുകി ഒലിവുമലയുടെ മീതെ കടക്കുന്ന ഒരു കാലം വന്നാൽ അന്ന് തരാം. എന്താ മനസ്സിലായി? ഇല്ല, മനസ്സിലായോ? ഇല്ല, മനസ്സിലായോന്ന്? ആ, മനസ്സിലായവർ കാര്യം മനസ്സിലാവും. മറ്റേ ആൾക്കാർ വീണ്ടും ഇവിടെ തല ഉറിഞ്ഞിരിക്കും. അച്ഛാ, അത് എന്നാ അച്ഛാ ഇതൊക്കെ ആണെങ്കിൽ ആ ഡേറ്റ് ഒന്ന് പറയാമോ അച്ഛാ? അവർ ജൂതന്മാരായിരുന്നു. അവർ പറഞ്ഞു പോയേക്കാന്ന് പറഞ്ഞു. ബൈ, പുറത്തിറങ്ങി. അതിലൊരു വിദ്യാർത്ഥി തിരിച്ചു വന്നു, യൂണിവേഴ്സിറ്റി സ്റ്റുഡൻ്റാണ്. ചക്രവർത്തി പരിഹസിച്ചു വിട്ടു. ഞങ്ങൾക്കറിയാം. കാരണം 100-200 അടി ഉയരത്തിൽ ഈ വെള്ളം കയറുകയല്ല. പക്ഷേ അങ്ങനെ സംഭവിച്ചിട്ടേ ഇത് ലഭിക്കൂ എന്നുണ്ടെങ്കിൽ അങ്ങനെയും സംഭവിക്കുമെന്ന ഞങ്ങളുടെ വിശ്വാസം. മനസ്സിലായോ? ഇപ്പോൾ പറഞ്ഞാൽ വണ്ടിപ്പെരിയാറിലെ വെള്ളം ഒഴുകി ഇവിടെ കയറുമോ? മുല്ലപ്പെരിയാർ വന്നാലും അത് കയറുകയല്ല, നമുക്കറിയാം. നേരെ മറ്റേന്നേ അവിടെ നിന്ന് ഇത് കയറൂല. ഒഴുകി കയറുമോ? അങ്ങനെ ഇല്ലെന്ന് പറയാതെ കയറും. നല്ല വഴിയുണ്ട് പറയാം. പേടിക്കൊന്നും വേണ്ട, സ്ഥലം വിൽക്കൊന്നും വേണ്ട. അതിന് കാരണമുണ്ട്. എന്താ കാരണം? ഇതിലേക്ക് വരാം. ഇവരങ്ങ് പോയി. ഒന്നാം ലോകമഹായുദ്ധം കൊടുമ്പിരിക്കൊണ്ടിരിക്കെ ബ്രിട്ടനാണ് ആദ്യം അടിച്ച് കയറുന്നത്. കാരണം ബ്രിട്ടൻ തന്നെയല്ല, ബ്രിട്ടനെ നമ്മൾ വെച്ചുകൊണ്ടിരുന്നത്. ബ്രിട്ടൻ്റെ കൂടെ സഖ്യശക്തികളുണ്ട്. ഇന്ത്യ വരെ ബ്രിട്ടൻ്റെ കൂടെ. എന്താ കാരണം? അത് നമ്മൾ ബ്രിട്ടീഷുകാരുടെ കോളനിയാണ് അല്ലേ? ആ, അവരെ കൂടെ യുദ്ധം ചെയ്യുക. അമേരിക്കയും ബ്രിട്ടനും റഷ്യയും കൂടെ ഒരുമിച്ച്, അവരെല്ലാം ഒന്നിച്ച. ഇന്ന് പലപ്പോഴും ശത്രുരാജ്യങ്ങളുണ്ട്. അപ്പുറത്ത് ഫ്രാൻസും ഇറ്റലിയും ജർമ്മനിയും എല്ലാം കൂടി ആക്സിൽ പവർ ആൻഡ് അലയൻസ് പവർ രണ്ടും അടിക്കുക. ആദ്യമൊക്കെ ബ്രിട്ടനായിരുന്നു ജയം, മുൻതൂക്കം ബ്രിട്ടനായിരുന്നു. ഹിറ്റ്ലർ തീയുണ്ടകൾ വർഷിച്ചുകൊണ്ട് ചീറിപ്പാഞ്ഞു വരിക. സോവിയറ്റ് യൂണിയൻ്റെ 10-35 കിലോമീറ്റർ ദൂരെ വരെ അവരെ ഇങ്ങനെ വിറപ്പിച്ച് നിർത്തി. യുദ്ധത്തിൻ്റെ ഗതി അങ്ങ് തിരിഞ്ഞു. അവർ ജയിക്കുമെന്നായി. എന്താ പറ്റിയെന്നറിയണ്ടേ? യുദ്ധം കൊടുമ്പിരിക്കൊണ്ടിരിക്കെ അവിടെ ആക്രമണശേഷി ഇല്ലാഞ്ഞിട്ടല്ല, മറിച്ച് ഇവരുടെ കയ്യിലെ സ്വാഭാവിക വെടിമരുന്നിൻ്റെ ഒരു പ്രശ്നം. തണുപ്പുള്ള സ്ഥലത്ത് ആ വെടിമരുന്ന് വർക്ക് ചെയ്യുന്നില്ല. വെടിയുണ്ട പഴയ സംഭവമാണ്. ഇതെല്ലാം കൊണ്ട് ഇങ്ങനെയൊക്കെ വെക്കുന്നുണ്ട്. 1, 2, 3 ആക്ഷൻ ഇത് വലിക്കുന്നുണ്ട്, പിന്നൊന്നുമില്ല.
ആ കാര്യം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, എന്തോ ഒരു ബുദ്ധിമുട്ടാണ്. അങ്ങനെ അവിടെ ഒരു ഭൂതത്തെ ഇറക്കുന്ന ഒരു വാസു, അദ്ദേഹം ഒരു അസിസ്റ്റൻറ്റും ഉണ്ടാകും. പുള്ളി എങ്ങാണ്ട് പോയ സമയത്ത് ഒരു ഭൂതം ഇളകി. ഭൂതത്തിൻ്റെ ഓരോ തന്ത്രമേ, വിശ്വാസിങ്ങനെ ഇളകി. ഈ ജൂനിയർ പഠിച്ചു വരുന്നുള്ളൂ. പുള്ളി ആ ശൈലിയെല്ലാം പഠിച്ചിട്ട് ഒരു നേരം വിട്ടുപോകാൻ കൽപ്പിക്കുന്നു എന്നൊക്കെ ആ പഴയ രീതി പറഞ്ഞെങ്കിൽ ഇത് പോകുന്നില്ല. അവസാനം പുള്ളി ഒരു ടെക്നിക്ക് ഇറക്കി. ഈ ബൈബിള് കയ്യിലെടുത്തിട്ട് ഇങ്ങനെ വിറപ്പിച്ചിട്ട് ചോദിച്ചു, ഇതെന്താണെന്നറിയാമോ എന്ന് ചോദിച്ചു. ഈ പുള്ളി ശാന്തമായപ്പോൾ ഭൂതം പറഞ്ഞു, അതെന്താണെന്നറിയാമായിരുന്നെങ്കിൽ അതിട്ടങ്ങനെ കാണിക്കില്ലായിരുന്നു. കാരണം ഇങ്ങനെ വെച്ചാൽ ഈ സംഗതി പോകുമെന്നൊരു ചിന്തയല്ല നമ്മളീ പറഞ്ഞത്. പോട്ടെ, എന്തിന് ഇത്ര ശബ്ദം എടുക്കുന്നറിയോ? അതിന് കാരണമുണ്ട്. ഞാനത് അടുത്ത കാലത്താണ് മനസ്സിലാക്കിയത്. ഈ ചില മനുഷ്യർ ശാന്തമായിട്ടൊക്കെ പറഞ്ഞു വിടേണ്ട കാര്യത്തിന് അപ്പം നമ്മൾ ഈ അതിശയോക്തി കുട്ടിയാണ് പറയുന്നത്. ചില പ്രാർത്ഥനയാ, വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോരുക, ഗബ്രിയേൽ മീകായേൽ കാവൽ നിൽക്കണേ. എന്തിന്? കോഴിക്കൂടിനോ? നമ്മുടെ വീട്ടിലെ ഒരു മെലിഞ്ഞ പശു, എക്സ്റേ പോലെ ഒരാട്, 4 കോഴി, അവിടെ ആര് വന്ന് നിൽക്കണമെന്ന്? ഗബ്രിയേൽ. പഞ്ചായത്ത് ഓഫീസിന് DGP കാവൽ നിന്ന് എങ്ങനെ ഇരിക്കും? നിങ്ങളൊന്ന് ആലോചിച്ച് ചോദിക്കുക. പഞ്ചായത്തിൽ 2 വിഷയമുണ്ട്. പഞ്ചായത്ത് പ്രസിഡന്റ് ഒരു പ്രശ്നമുണ്ട്. DGP വന്ന് അവിടെ നിൽക്കുകയാണ്. ഈ പറഞ്ഞ് കേട്ട് പഴകിയ സംഭവം നമ്മൾ പറയാം. ഗബ്രിയേൽ മീകായേൽ ഊരിപ്പിടിച്ച വാള്. ഒഴുക്കത്ത് കേട്ട് ഒരാൾ പറഞ്ഞു, ഈ വാളിനൊരു പിടിയിട്ട് കൊടുക്കാറായില്ലേ, ഇതുവരെ ഊരിപ്പിടിച്ച വാള്. എന്തൊരവസ്ഥ പ്രാർത്ഥനയ്ക്കകത്ത്. ചൊല്ലി ഭൂതത്തെ ശാസിക്കുമ്പോൾ ഇത്രയും അങ്ങ് ചൂടാവേണ്ട കാര്യം ഒരു മര്യാദയ്ക്ക്. അത് ഈ പ്രാർത്ഥനയ്ക്കകത്തായി ചൂടാകുന്നത്. അതാ രസം. ഈ ദൈവത്തോടാണോ മനുഷ്യനോടാണോ അടുത്തിരിക്കുന്നതോ? എന്തൊരാക്രമണ ബാറ്റിങ്ങാണ് ഇത്. ആലോചിച്ച് നോക്കിയേ. ഇത് പറയാനൊരു കാരണമുണ്ടോ? ഞാനൊരു കാര്യം മനസ്സിലാക്കി. ഈ സ്കൂളിലെ നാടകമുണ്ട് പിള്ളേരുടെ, സ്കൂൾ നാടകം, ഈ തൂശൂലിനൊക്കെ. അതിനകത്ത് ഈ രാജാവായിട്ട് അഭിനയിക്കുന്ന പിള്ളേരെ കണ്ടിട്ടില്ലേ? അവൻ്റെ കുഴപ്പമില്ല, അവനെ പഠിപ്പിച്ചേക്കുന്ന അവൻ ഈ മാർത്താണ്ഡവർമ്മയായിട്ട് അല്ലെങ്കിൽ ചന്ദ്രഗുപ്ത മൗര്യനായിട്ടൊക്കെ അഭിനയിക്കുകയാണ്. അപ്പോൾ അതുപോലെ കിരീടമെല്ലാം വെച്ച് ഒരു കാര്യം കേൾക്കുമ്പോൾ ഇറങ്ങി വന്നിട്ട് പറയും, സംഭവം അങ്ങനെയാണോ എന്നെല്ലാം അറിഞ്ഞിട്ട്, തിരുമനസ് ഇങ്ങനെയാണെന്നൊക്കെ മറ്റേ പുള്ളി പറയും. പോകട്ടെ ഒരക്ഷൗഹിണിപ്പട വടക്കോട്ട്. യഥാർത്ഥ രാജാവ് ഇങ്ങനെ ഒന്ന് കാണിക്കണോ യുദ്ധം വരുമ്പോൾ? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? പോകട്ടെ, ഇങ്ങനൊന്നുമല്ല. മന്ത്രിയെ വിളിച്ചിട്ട് ചോദിക്കുക, എന്താ അടുത്ത കാര്യം? സംഗതിയൊക്കെ റെഡിയല്ലേ? നടക്കട്ടെ കാര്യം. ഇതാ യഥാർത്ഥ രാജാവ്. പിന്നെ ഈ ചെറുക്കരത്തിലെ മസിൽ പിടിക്കാൻ കാരണം എന്താണെന്നറിയോ? ഇവന് തന്നെ അറിയാം ഇവൻ രാജാവല്ലെന്ന്. അതാ കാര്യം. മനസ്സിലായില്ലേ? ചെറുക്കനറിയാം ഇതെങ്ങനെങ്കിലും മനുഷ്യന് രാജാവായിട്ട് തോന്നണം. എന്ത് ചെയ്യണം? ഈ പണി ചെയ്തില്ലെങ്കിൽ ഇവൻ രാജാവായിട്ട് നമ്മൾ അംഗീകരിക്കുകയല്ല. അതുകൊണ്ടാണ്. ചുരുക്കി പറഞ്ഞാൽ ഈ കാഞ്ചി വലിക്കുന്നുണ്ട്, പരിപാടിയെല്ലാം നടക്കുന്നുണ്ട്, വെടിയുണ്ടേ ഇല്ല, ഒന്നുമില്ല. ആകെപ്പാടെ കഴിഞ്ഞ ദിവസം ആ കവാത്ത് ഇതെല്ലാം കൊണ്ട് ഒരു പ്രയോജനമില്ലെന്ന് ലെഫ്റ്റും റൈറ്റും ഒക്കെ കാണിച്ചു. ബ്രിട്ടൻ പരാജയം മണത്തപ്പോൾ ബ്രിട്ടനെ യഹൂദന്മാർ സഹായിച്ചു. മാഞ്ചസ്റ്റർ യൂണിവേഴ്സിറ്റിയിൽ പ്രൊഫസറായിരുന്ന ചെയിം വെയ്സ്മാൻ മാരക സ്ഫോടനങ്ങളിലൂടെ ഏത് തണുപ്പത്ത് ഉഗ്ര സ്ഫോടനം സൃഷ്ടിക്കുന്ന ആയുധങ്ങളും സംവിധാനങ്ങളും ഒക്കെ അതിൻ്റെ ഫോർമുലകളും ഒക്കെ കൊടുത്ത് യുദ്ധം ബ്രിട്ടൻ ജയിക്കാൻ കാരണമായപ്പോൾ പ്രതിഫലമായിട്ട് എന്ത് വേണമെന്ന് ചോദിച്ചു. വെയ്സ്മാൻ പറഞ്ഞു, യൂതനാ. അദ്ദേഹം പറഞ്ഞു, വേറെ കാശൊന്നും വേണ്ട. കണ്ടോ യൂതൻ്റെ ഒരു മര്യാദ കണ്ടില്ലേ? നമ്മളാണ് അതിപ്പോൾ അച്ഛൻ അറിയാമല്ലോ എന്തോ വേണമെന്ന്. മനസ്സിലായില്ലേ? എന്തോ ഒരു ചിലരൊക്കെ ജീവിതം എന്ന് പറഞ്ഞാൽ എന്തോ ഒരു അവസ്ഥയാണ്. ഇതിൻ്റെ ജലവും വണ്ടിക്കൂലിയും പല കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ? അച്ഛൻ അറിയാമല്ലോ കാര്യം. യൂതൻ കാശൊന്നുമല്ല ചോദിച്ചത്. യൂതൻ എന്താ ചെയ്തത്? എൻ്റെ സമൂഹത്തിന് വേണ്ടി, എൻ്റെ നാടിനു വേണ്ടി ഞങ്ങൾക്ക് ഇസ്രയേൽ എന്ന നിങ്ങൾ പലസ്തീൻ എന്ന് വിളിക്കുന്ന രാജ്യം മടക്കി തരണം. സായിപ്പ് പറഞ്ഞു, യേസ്, ധൈര്യമായിട്ട് പോക്കോ. യുദ്ധം ജയിച്ചു. യുദ്ധമൊന്നും എത്ര പെട്ടെന്ന് ജയിച്ചു എന്നുള്ള അർത്ഥത്തിൽ എടുക്കരുത്. യുദ്ധമല്ലേന്നോർത്താൽ ഞാനത് പെട്ടെന്ന് അങ്ങ് ജയിപ്പിച്ചേ. ഈ ടെൻഷൻ പോട്ടെ, അതങ്ങ് മാറട്ടെ. അതതിൻ്റെ വിഷയം. ഞാൻ പല പിള്ളേരോടും പറഞ്ഞു, ഫസ്റ്റ് വേൾഡ് വാർ ഈ യുദ്ധത്തിലെല്ലാം പോകുന്ന പുരുഷന്മാരാണ്. ഇസ്രയേൽ അത് മാറ്റി, സ്ത്രീകളായി ഇപ്പോൾ അവിടെ
സൈനികരല്ല. നമ്മുടെയൊക്കെ നാട്ടിൽ ഈ പുരുഷന്മാരാ യുദ്ധത്തിന് പോകുന്നത്. ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട്, പുരുഷന്മാരൊരവസ്ഥ, നാട്ടിൽ ചെന്ന് അവിടെ യുദ്ധം, വീട്ടിൽ ചെന്ന് അവിടെ യുദ്ധം. പക്ഷെ എന്തൊരു ജന്മം, എന്തൊരു അവസ്ഥയാണ് നമ്മുടെ. ഒന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ട്. സഭയെ വന്നാലോ, സഭയെ വന്നാൽ നമുക്കൊരു കാര്യം പറയണമെന്നുണ്ട്, നമ്മളിങ്ങനെ അങ്ങോട്ട് നോക്കുക, പുള്ളിക്കാരി അവരുണ്ട് ഇങ്ങനെ വേണ്ടെന്ന്. എന്നിട്ട് പറയാം നമ്മൾ സ്ത്രീകളെ പരിഗണിക്കുന്നില്ലെന്ന്, നമ്മൾ സഭയെ പരിഗണന ഇല്ലെന്ന്. അനുഭവിക്കുന്ന ഓരോ വിധങ്ങൾ ഓർത്താൽ, നാഥൻ നടത്തുന്ന വിധങ്ങൾ ഓർത്താൽ എന്ന് പറഞ്ഞ പിന്നെ നമ്മളെങ്ങനെ പോകുന്ന പാട്ട് പോലെ, ഒന്നുമില്ലായ്മയിലും എല്ലാം ഉള്ളവനെ പോലെ നമ്മളങ്ങ് പോകുമല്ലേ വായിച്ചായ, നമ്മളങ്ങ് പോവാ. മനസ്സിലാവുന്നുള്ളൂ അലസിന്? ഇതാ ജീവിതം. കല്യാണം കഴിച്ചായിരുന്നോ? ആ മോനെ, വണ്ടി മേടിക്കുന്നതും പെണ്ണ് കിട്ടുന്നതും സൂക്ഷിച്ചു വേണം. വണ്ടി മേടിക്കുന്നതും കല്യാണം കഴിക്കുന്നതും സൂക്ഷിച്ചു വേണം. നമുക്ക് പണി കിട്ടും, ഉറപ്പ് കേസാ. നോക്കി കണ്ടു. അല്ലെങ്കിൽ ശരി പറഞ്ഞാൽ യുദ്ധത്തിൽ ഇവർ ജയിക്കാനൊരു വഴിയുണ്ടാകും. ഈ സ്ഥലം പിടിക്കാൻ ബ്രിട്ടൻ നിയോഗിച്ചത് ഒരു ആംഗ്ലിക്കൻ ചർച്ച് എന്നൊക്കെ നമ്മൾ പറയുന്ന ഈ CSIയുടെ ഒക്കെ അവിടുത്തെ വേർഷൻ CMS, അത്തരം ഒരു വിശ്വാസം പുലർത്തുന്ന ഒരു പ്രാർത്ഥന മനുഷ്യനായ സൈനിക മേധാവിയാണ്. അദ്ദേഹത്തിന് ഭയങ്കര തന്ത്രജ്ഞനും ബുദ്ധികൂർമ്മതയുള്ള ആളുമൊക്കെ ആണെങ്കിലും യുദ്ധത്തിൽ വലിയ താല്പര്യമില്ല. മനുഷ്യനെ കൊല്ലാനൊന്നും താല്പര്യമില്ല. അദ്ദേഹം പറഞ്ഞ് എനിക്കിത് ബുദ്ധിമുട്ടാണ്, മനുഷ്യനെ ഉപദ്രവിക്കണമല്ലോ. അല്ല, നിങ്ങൾ തന്നെ പോകണം. അദ്ദേഹത്തിൻ്റെ ആ യുദ്ധ തന്ത്രജ്ഞത കൊണ്ട് വിട്ടതാണ്. പേര് പഠിച്ചുകൊള്ളണം. ബ്രിട്ടീഷ് ജനറൽ അല്ലൻബി. ഇന്ന് മിസ്രിലൊരു പാലമുണ്ട് യോർദാൻ്റെ കുറുകെ, അല്ലൻബി പാലം. അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ ആസ്പദമാക്കിയ. അന്ന് പാലമൊന്നുമില്ല. അല്ലൻബി വന്ന് ഇവിടെ പാലം ഉണ്ടാക്കി. മറ്റേ പെട്ടെന്നുണ്ടാക്കാവുന്ന പാലം, ബെയിലി പാലം എന്നൊക്കെ നമ്മൾ പറയില്ലേ, സൈനികരുടെ ഇതുണ്ടാക്കി അക്കരെ കയറി. അവിടെ ചെന്നിട്ട് ഒലിവ് മലയുടെ മുകളിൽ കയറി ബൈനോക്കുലർ കൊണ്ടൊരു നോട്ടം ഇസ്രായേൽ മുഴുവൻ കണ്ടു. അപ്പോൾ ആ പരിസരങ്ങൾ മിക്കാറുമൊക്കെ കണ്ടു. അങ്ങകലെ ഒഴുകുന്ന ഗലീലയും ഒക്കെ കണ്ടു. ഇങ്ങോട്ട് നോക്കിയപ്പോഴാണ് കാണുന്നത് പഴയ യെരൂശലേം. ബൈബിൾ വായിച്ച് നല്ല ശീലമുള്ള മനുഷ്യനായിരുന്നു. അതുകൊണ്ട് ഈ ബേത്ഫാഗ, ബേത്സയിദ ഇതെല്ലാം നല്ല അറിവായിരുന്നു. ഇതെല്ലാം കണ്ടപ്പോൾ അദ്ദേഹത്തിന് വിഷമം, തമ്പുരാനെ ഇവിടെ വന്ന് യുദ്ധം ചെയ്യണമല്ലോ. അയ്യ, എൻ്റെ മഹാരാജാവ് ഒരിക്കൽ കുരിശുമെടുത്തു കൊണ്ടുപോയ വഴിയിലൂടെ തോക്കുമേന്താൻ ധൈര്യം വരുന്നില്ല. ദാവീദ് ദൈവത്തിൻ്റെ നിയമപ്പെട്ടകത്തിൻ്റെ മുമ്പിൽ നൃത്തം ചെയ്ത് ആരാധിച്ച സ്ഥലത്ത് എനിക്ക് ഈ തീമഴ വർഷിക്കാൻ മനസ്സില്ല. കൺട്രോൾ റൂമിലേക്ക് ഒരു സന്ദേശം അയച്ചു, വേണ്ടതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് സാർ, എന്നെ ഒന്ന് പിൻവലിക്കുക പ്ലീസ്, കാരണം ഇന്നതാണ്. കൺട്രോൾ റൂമിൻ്റെ മറുപടി നോ, യുദ്ധമുഖത്താണ് നിങ്ങൾ, പിൻവലിക്കാൻ പറ്റില്ല. യു ആർ ദ റൈറ്റ് പേഴ്സൺ ടു അക്കംപ്ലിഷ് ദിസ് മിഷൻ. ഗോ അഹെഡ് വിത്ത് ഗ്രേറ്റ് കറേജ്. യുദ്ധത്തിന് പോകണം. ഞാൻ പറഞ്ഞു, അങ്ങനെയെങ്കിൽ എനിക്ക് സമയം കൂടുതൽ തരണം. മറുപടി, സമയമൊക്കെ ഉണ്ട്, പ്രാർത്ഥിച്ചിട്ട് വേണ്ട ചെയ്യാൻ. അല്ലൻബി പ്രാർത്ഥിച്ചു, കൂടെയുള്ള സൈനികരും പ്രാർത്ഥിച്ചു. പ്രാർത്ഥനക്കൊടുവിൽ അല്ലൻബിയും കൂട്ടുകാരും അവിടെ ചില നാളുകൾ അങ്ങ് പാർക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ശാന്തമായിട്ട് ഒഴിപ്പിക്കുക അവന് തീരുമാനിച്ചു. പട്ടാള ബാരാക്കുകൾ, സൈനിക സംവിധാനങ്ങൾ, ക്യാമ്പുകൾ സജ്ജീകരിച്ചു. ഈ ക്യാമ്പുകളോട് ചേർന്ന് അവർക്ക് കളിസ്ഥലങ്ങളും പരേഡ് ചെയ്യാനുള്ള സ്ഥലം എല്ലാം റെഡിയായി. പട്ടാളക്കാർക്ക് അതെല്ലാം പെട്ടെന്നാണ്. ഇതൊക്കെ പറയുമ്പോഴും ജീവിക്കണ്ടേ, വെള്ളം വേണം. പോളിത്തീൻ അതുകൊണ്ടുണ്ടാക്കിയ ആ മെറ്റീരിയലൊക്കെ ഉണ്ടാക്കിയ ടാങ്കുണ്ട്. നീന്തി കുളിക്കാൻ സൗകര്യം അതിനവരുണ്ടാക്കും. അത്ര സംവിധാനങ്ങളുണ്ട്. ഈ ടാങ്കെല്ലാം സജ്ജീകരിച്ചിട്ട് അനുദിന ജീവിതത്തിൻ്റെ ആവശ്യത്തിന് വെള്ളം വേണം. ഗലീലക്കടൽ മുതൽ ഇങ്ങോട്ട് പലയിടങ്ങളിൽ ടാങ്കുകൾ സജ്ജീകരിച്ചു. ജനറേറ്ററുകൾ കൊണ്ടുവന്ന വെള്ളം ഘട്ടം ഘട്ടമായി പമ്പ് ചെയ്ത് ഒലിവ് മലയുടെ മീതെ കയറ്റി. മനസ്സിലായോ? പട്ടാളക്കാർ ചെയ്താണ്. കുടിച്ചു, കുളിച്ചു, മിച്ചം വന്ന വെള്ളം അതിലെല്ലാം ഒഴുക്കി. ഒലിവ് മലയുടെ മീതെ യോർദാനിലെ വെള്ളം കയറുമെന്ന് ചോദിച്ചാൽ കയറും.
വെള്ളം കയറിയാൽ പോരെ, അത് ഒരു കുപ്പി വെള്ളം കൊണ്ട് കയറിയാൽ സംഗതി അത് മതി, പേടിക്കണ്ട. അങ്ങനെ വെല്ലുവിളിക്കരുത്. ലോജിക്കലായിരിക്കണം പറയുന്നല്ലേ. എന്നോട് ഇന്നലത്തെ ചർച്ചയിൽ ഒരുത്തം ചോദിച്ചു, മണ്ണ് കുഴച്ച് ദൈവം മനുഷ്യനെ ഉണ്ടാക്കിയിട്ട് അവൻ്റെ അസ്ഥി ഊരി ഒരു സ്ത്രീയെ ഉണ്ടാക്കി എന്തിനാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്കിത് അറിയില്ല, ഇങ്ങനെ സംഭവം അറിയില്ലല്ലോ, ഇത് എവിടുന്നാ പറയുന്നത്? അല്ലല്ല അത് ബൈബിളിലുണ്ടല്ലോ. ഇല്ല, ഞാൻ വായിച്ച ബൈബിളിലില്ല. അതിൻ്റെ പുറകെ മൂളിയിട്ട് തിരുത്താൻ പോരുതെന്നറിയോ, അവൻ്റെ ഈ ഫോഷ്കല്ല അവിടെ നമ്മൾ അക്സെപ്റ്റ് ചെയ്തു എന്ന് വരും. എന്നിട്ട് താങ്കൾക്കറിയാമല്ലോ വാക്യം. ഞാൻ പറഞ്ഞു എനിക്ക് അറിയില്ല, നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ? മണ്ണ് കുഴച്ചു എന്നല്ലോ ഉണ്ടോ? ചള്ള ചവിട്ടി കുഴച്ചിട്ട് ഇങ്ങനെ പ്രതിമ ഉണ്ടാക്കിയതൊന്നും ഇല്ല. ഇവൻ്റെ മനസ്സിരിക്കുന്ന സാധനം അടിച്ചേ. യഹോവയായ ദൈവം നിലത്തെ പൊടിയിൽ നിന്ന് ബിംബം എടുത്തെന്നല്ല, വിഗ്രഹം എടുത്തെന്നല്ല, മനുഷ്യനെ എടുത്തെന്ന്. അതിൻ്റെ സംശയം ഓൾമൈറ്റി ക്യാൻ പറ്റില്ലേ? അവൻ്റെ മൂക്കിൽ റൂഹയെ ഊതിക്കയറ്റി. പ്രതിമയ്ക്കകത്തല്ല, മനുഷ്യനെ. മൃഗത്തിൽ നിന്ന് മനുഷ്യനെ വ്യത്യസ്തമാക്കുന്ന ഘടകം നമുക്ക് ദൈവാത്മാവിൻ്റെ സാന്നിധ്യം നമ്മിലുണ്ട്. അതാ വ്യത്യാസം. ആത്മാവ് മൃഗത്തിനില്ല, നമുക്കുണ്ടെന്ന്. മനസ്സിലായില്ലേ? ഇതാ ബൈബിൾ ചിന്ത. അത് ഗ്രഹിക്കാതെ ആരോ പറഞ്ഞ കഥയും കൊണ്ടുവന്നാൽ അതിന് മറുപടി പറയല്ല നമ്മളല്ലേ. അപ്പം അല്ലൻബി വെള്ളം അവിടെ കെട്ടി. എന്നിട്ട് ശാന്തമായി ഒരു ബൈപ്പോളാർ ഹെലികോപ്റ്റർ കുറുകെ പറപ്പിച്ചു, പാലത്തിന് ചുറ്റും. അവന് ലഘുലേഖകൾ താഴേക്ക് ഇട്ടു. വളരെ ലളിതമായില്ലേ കാര്യം? ഇത്ര എഴുതിയുള്ളൂ. ഞങ്ങൾ നിങ്ങളുടെ വഴി മുഴുവൻ അടച്ചിരിക്കുന്നു, കരവഴി നടന്നു പോകരുത്, കാരണം ഞങ്ങൾ അടച്ചേക്കുക. കടലിലൂടെ നീന്താൻ ശ്രമിക്കരുത്, കടലും ഞങ്ങളുടെ കൈപ്പിടിയില്ല. ചുമ്മാ പറഞ്ഞല്ല. പറക്കാൻ ശ്രമിക്കരുത്, വ്യോമമണ്ഡലം ഞങ്ങൾ കെട്ടിയിരിക്കുക. നല്ല സാഹിത്യ ഭാഷയിൽ അടിച്ചേ. ഒറ്റ വഴി, കീഴടങ്ങുക, അല്ലെങ്കിൽ ഞങ്ങൾ വെടിവെക്കും. ഈ കീഴടങ്ങുക എന്നുള്ളത് ഇംഗ്ലീഷിൽ എഴുതി, അറബിയിലും എഴുതിയിരുന്നു കീഴടങ്ങുക. താഴെ എഴുതി അല്ലൻബി എന്ന്. അല്ലൻബി അല്ല, ഊമക്കത്തൊന്നും അല്ല വിട്ടെ. സകല ഊമക്കത്തുകാരന് നമ്മൾ പറയലേ തട്ടിക്കളയും. പേരുമില്ല, നാളുമില്ല, വിലാസമില്ല, തട്ടിക്കളയും. ആ പഴയ ഊമക്കത്തുകളുടെ പരിഷ്കരിച്ച രൂപ ഇപ്പോഴത്തെ ഈ ഫേക്ക് ഐ ഡി. ഞാൻ ചില പറയാണ്ട് ഈ ഫേക്ക് ഐ ഡിയാ ശരിക്കും ഒറിജിനൽ ഐ ഡി. കാരണം അവൻ അതിനകത്തൂടെ കറക്റ്റ് കാര്യം പറയുന്നുണ്ട്, മനസ്സിലിരിപ്പേ കറക്റ്റ് പറയുന്നുണ്ട്. അപ്പോൾ ആ ഫേക്ക് ഐ ഡിയാ അഭിനന്ദിക്കണ്ട. അവൻ കറക്റ്റ് നമ്മളുള്ള വിരോധമെല്ലാം എഴുതി വെക്കുന്നുണ്ടല്ലോ. അങ്ങനെ ഒരു ഗുണമുണ്ട്. പോട്ടെ, ഇപ്പം കാര്യം അറിയാം. ഏതായാലും ഇത് വായിച്ച അറബികൾക്ക് ഇത് തപ്പിത്തടഞ്ഞൊക്കെ വായിക്കാനേ പറ്റുള്ളൂ, കാര്യം പിടിയിട്ടില്ല. ഈ തപ്പിത്തടഞ്ഞ് ഇങ്ങനെ വായിച്ച് ആംഗ്യം കാണിച്ചുമൊക്കെ ഇത് കൺവിൻസ് ചെയ്യിച്ചു. ഇവർക്ക് മനസ്സിലായി ഇത്രയാണ്: അള്ളാഹ് നിങ്ങൾക്കെതിരായിരിക്കുന്നു, കീഴടങ്ങുക. അല്ലാൻബി എന്നവർ വായിച്ചതിൻ്റെ അർത്ഥം അല്ലാഹ് നിങ്ങൾക്കെതിരാണ്. ഭാഷയും വിവരമില്ലുള്ള കുഴപ്പം മനസ്സിലായോ? അതാ കാര്യം. അങ്ങനെ അവിടെ ഒരു സംഭവം ഉണ്ടായി. മുമ്പ് പറഞ്ഞ പോലെ ഞാനിങ്ങനെ ഇരിക്കുക, നടന്ന സംഭവമാണ്. പ്രതിഭാസൻ ഇങ്ങനെ ഭൂതത്തെ ഇറക്കുക, നല്ല രീതിയിൽ നല്ല കാര്യം, സ്റ്റാൻഡേർഡ് വലിയ ഭൂതം ഇറക്കുക. അല്ല ചുമ്മാ മുമ്പ് വന്നൊരു ഇപ്പോൾ പരിപാടിയൊന്നുമില്ല, ഇല്ല, ക്ലാസിക്കൽ മോഡൽ ഇറക്കുക. അപ്പോൾ ഈ വീട്ടിലൊരു പയ്യന് ചെവിയൊന്നും കേൾക്കില്ല. അപ്പോൾ അവൻ്റെ അപ്പനാ ഭൂതം. അപ്പോൾ ഇവൻ ലാസ്റ്റാണ് കയറി വരുന്നത്. അപ്പോൾ ഈ പാസ് ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പം ഇവനോട് നമ്മൾ ഈ ഭൂതത്തോടൊന്ന് പരിചയപ്പെടുമല്ലോ, സാമാന്യം വരാതെ എവിടുന്ന് വന്നു, എങ്ങനെ വന്നു, ഐ ഡി ഒക്കെ ചോദിക്കുമല്ലോ. ഐ ഡി ചോദിക്കണം. ഐ ഡി എല്ലാം ചോദിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോഴേക്ക് ഈ പയ്യൻ നോക്കുമ്പോൾ അവൻ്റെ അപ്പൻ ഇങ്ങനെ ഇരിക്കുന്നു, ആടുന്നു. ഇവനൊന്നും പിടികിട്ടുന്നില്ല. അപ്പം അടുത്തിരുന്ന ആളിനോട് അവൻ ചോദിച്ചു ഇതെന്താ. ഇപ്പം ഇവനോടൊന്ന് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി അടുത്തിരുന്ന ആൾ ഈ ഭൂതത്തെ ഒന്ന് ആക്ട് ചെയ്ത് കാണിച്ചു. 2 കൊമ്പ് ഇങ്ങനെയൊക്കെ വെച്ചിട്ട് അത് നിൻ്റെ പിതാവിനെന്നൊക്കെ പറഞ്ഞിങ്ങനെ കാണിക്കുക. ഇതെല്ലാം കൂടെ കാണിച്ചു കൊടുത്തപ്പോൾ ആരോ കണ്ണു തുറന്നു നോക്കിയാൽ അപ്പുറത്തൊരു മനുഷ്യൻ ഇങ്ങനെ വെക്കുന്നിരുന്നു. ആ പുള്ളി എഴുന്നേറ്റിട്ട് ഈ പുള്ളിയുടെ തലയെ കൈവച്ച് വേറെ അങ്ങ് ശാസിച്ചു കളയും. കണ്ടോ, ഭാഷ അറിയില്ല, ഈ കാര്യം പറഞ്ഞു കൊടുക്കാൻ ബുദ്ധിമുട്ടി, എന്തെല്ലാം പ്രശ്നം. ഇതിനെല്ലാം ഞാൻ മൂകസാക്ഷിയായിട്ട് അവിടെ ഇരിക്കുക. ഞാനിങ്ങനെ ഒത്തിരി നാളിരുന്നു. അവനെ ദേവാലയത്തിൽ ഇരുത്തുമാറുണ്ടോയെന്ന് പറഞ്ഞ പോലെ, ദേവാലയത്തിൻ്റെ മുമ്പിൽ ഇരുത്തുമാറുണ്ടോ, നമ്മളിതെല്ലാം ഇത് കണ്ടിങ്ങനെ ഇരിക്കുകയാണ്. നടക്കട്ടെ, ഞാൻ ഇതിനോട് വിരോധിയൊന്നും അല്ല കേട്ടോ. അത് ഞാൻ വിരോധിക്കുന്ന ഭൂതം വിട്ടുപോകുന്നതിന് ഞാൻ എതിർക്കേണ്ട വല്ല കാര്യം. അത് പോട്ടെന്ന് മുൻകാല പ്രാബല്യത്തോടെ വിട്ടുപോട്ടെ. മനസ്സിലായില്ലേ? അവിടെ EMS
വിദേശത്തെങ്ങാണ്ട് ചെന്നപ്പോൾ രണ്ട് സാഹിബിനെ പരിചയപ്പെട്ടു. ഇന്ത്യയെ താറടിച്ച് കാണിക്കാൻ വേണ്ടി ഈ സാഹിബ് ചോദിച്ചു, ഇന്ത്യ എന്നല്ലേ? അവിടെല്ലാം ഈ പാമ്പും ക്രൂരമൃഗങ്ങളും കടുവയും കുറുക്കനും ഒക്കെ ഉള്ള സ്ഥലമാണെന്ന് കേട്ടോണ്ടല്ലോ. പുള്ളി പറഞ്ഞ് നേരെ ആയിരുന്നു, എല്ലാം 47 മുമ്പായിരുന്നു, എല്ലാം പോയെന്ന് പറഞ്ഞു. ഇതൊക്കെ വാസ്തവമായിരുന്നു. അത് 47 മുമ്പേ അവർ ആയപ്പോഴേക്ക് അവർ പോയി. അതിന് ശേഷം ഒത്തിരി മാറ്റമുണ്ടോ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഭൂതം പോകുന്നത് നമുക്ക് വല്ല വിഷയമുണ്ടോ? അത് വോട്ട് തിരിച്ചു വരാം. പറഞ്ഞത് രാജ്യം എല്ലാം എഴുതി വിട്ടു, കീഴടങ്ങുക, വെടിവെക്കും. കീഴടങ്ങിയില്ല, വെടിയുറപ്പ്. ഈ ഹെലികോപ്റ്റർ അങ്ങോട്ട് പറക്കി സഖ്യകക്ഷികളുടെ മറ്റൊരു ഫ്ലൈറ്റ് ഇങ്ങനെ വന്ന് പറക്കുക, സഹായക വിമാനം. മറ്റൊരു വിമാനം ഇങ്ങനെ രമിപ്പാഞ്ഞു, ക്ലോക്ക് വൈസിലും ആൻറ്റി ക്ലോക്ക് വൈസിലും ഇങ്ങനെ ഫ്ലൈറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും പായുക. പുറത്തിറങ്ങി. ചുരുക്കി പറഞ്ഞാൽ ഈ രാജ്യം ഇവിടെ പലരും ഈ കേന്ദ്രം യെരുസലേം അടക്കം അന്ന് കീഴടങ്ങി. അപ്പോൾ ജയിച്ചു എന്നാണ് പറഞ്ഞല്ലേ. പക്ഷേ യുദ്ധം കഴിഞ്ഞപ്പോൾ ഈ സ്ഥലമെല്ലാം ബ്രിട്ടൻ്റെ കയ്യിൽ വന്നു. ബ്രിട്ടൻ കൊടുക്കാൻ റെഡിയാണ്. പക്ഷെ കൂട്ടുകാരായ റഷ്യ, അന്നത്തെ കൂട്ടുകാർ സമ്മതിക്കുകയില്ല, ജൂതന് കൊടുക്കാൻ പാടില്ല. മനസ്സിലായോ? അറബി രാജ്യങ്ങളെല്ലാം കൂടി എതിർത്തു. എണ്ണയുടെ രാഷ്ട്രീയം, പല കാര്യങ്ങളുണ്ട്. ഒടുക്കം ഒരനുമതി കിട്ടി, ഈ രാജ്യത്ത് നിങ്ങൾക്ക് വന്ന് സ്ഥലം വില കൊടുത്തു വാങ്ങാം. അങ്ങനെ ഫസ്റ്റ് വേൾഡ് വാർ തീരുമ്പോൾ 14 മുതലുള്ള ചരിത്രം പഠിച്ചാൽ ഇസ്രയേൽ ഈ സ്ഥലത്തേക്ക് തിരിച്ചു വരാൻ അനുമതി കിട്ടി. അപ്പോൾ അവിടെ പാർത്തിരുന്ന ആളുകളാണ് ഇന്ന് നമ്മൾ പാലസ്തീനികൾ എന്ന് പറയുന്ന ആളുകൾ. തിരിച്ചു വന്ന ആളുകൾ പണം കൊടുത്ത് ഈ സ്ഥലം ഓരോ കുടുംബവും വാങ്ങി. ചോദിച്ച വിലയാ. ഈ പാറമടക്കാരൻ ക്യാഷ് തരികയില്ല എന്ന് പറഞ്ഞോലെ. നമ്മളെല്ലാവരും വിദഗ്ധന്മാരാണ്. ഈ ആറ്റിലെ മണൽ വാരി വീട് പണിയരുത്, പ്രകൃതിക്ക് ദോഷമാണ്. എന്നിട്ട് പാറ പൊട്ടിച്ച് മണലാക്കിക്കോളാൻ. എന്തോ ഒരു ശാസ്ത്രബോധമാണെന്ന് ആലോചിച്ചല്ലേ. മല തുറന്ന് പാറ പൊട്ടിച്ച് ആ പൊടി കൊണ്ട് വീട് പണിതോളം ആറ്റിൽ കൂടെ പോകുന്ന മണലെടുക്കരുത്, പ്രളയം കൂടുക. ആറെല്ലാം മൂടിപ്പോയിട്ട്. അപ്പോൾ ഈ പാറമടക്കാരൻ നമ്മളെ ഒഴിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് പൈസ കൊണ്ട് തരികയല്ലേ. ഇത് നമ്മുടെ അവൻ തിരിച്ച് പിടിക്കുന്നുള്ള വിവരമൊന്നും ആരും അറിയുന്നില്ല. പോയി മേടിച്ചു നോക്കും സാധനം, അന്നേരം അറിയാം. ഇത് സിസ്റ്റം കേട്ടോ, അങ്ങനെയൊക്കെയാണ്. സമ്പത്തിൻ്റെ സിസ്റ്റം അങ്ങനെ തന്നെയാണ്. അതിനാ ചക്രം എന്നതിന് പേരിട്ടിരിക്കുന്നത്. കറങ്ങി കറങ്ങി വരും, അങ്ങനെയാണ്. ചുരുക്കി പറഞ്ഞാൽ ഈ സ്ഥലത്ത് പണം ചോദിച്ചു കൊടുത്ത് മേടിച്ചതാണ്. അപ്പോൾ പണമില്ലാത്ത യഹൂദന് കൂടെയുള്ള ജൂതന്മാർ പണം കൊടുത്ത് അവരും സ്ഥലം വാങ്ങി. അങ്ങനെ കിട്ടിയ സ്ഥലമാണ് ഇന്ന് കാണുന്ന ഇസ്രയേൽ. പിടികിട്ടിയോ? ഇല്ല, അങ്ങോട്ട് ചുമ്മാ കയറിയല്ല. ചരിത്രം പഠിക്കണം, കാര്യം പഠിക്കണം. അസ്വസ്ഥത പുകയുന്ന ഒരു നാടായിട്ടിന്നത് മാറി. പിന്നെയും വിറ്റ് 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 പാലസ്തീനികൾ ചുരുങ്ങി. ജനിച്ച് 48 ആകുമ്പോഴേക്കും അവരൊരു സ്വതന്ത്ര പരമാധികാര രാഷ്ട്രമായി പ്രഖ്യാപിച്ചു. ആരും അംഗീകരിച്ചില്ല. അവരെ അംഗീകരിച്ചത് അമേരിക്കയും ഞങ്ങളുടെ രാജ്യങ്ങളാണ്. പിന്നെ ഇന്ത്യയൊക്കെ അംഗീകരിച്ചു, നെഹ്റു ആയിരുന്നു. അപ്പോൾ ആരും അംഗീകരിച്ചില്ലെങ്കിലും ജീവിക്കണ്ടോ, ജീവിക്കണ്ടേ? അപ്പോൾ നമ്മളെ ആരും അംഗീകരിക്കുന്നില്ല. ഇപ്പോൾ എന്തോ ചെയ്യുന്നു, ജീവിക്കണ്ടേ? ചുരുക്കി പറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ, അവിടെയുള്ള പാലസ്തീനികൾ ഞെരുങ്ങി 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 അവരില്ലാതായി. ഈ പാലസ്തീനികളെ വെച്ച് ഈ തീവ്രവാദികൾ പൈസ ഉണ്ടാക്കുകയാണ്. ഈ അട്ടപ്പാടിയുടെ വികസന മാതൃക എന്ന് പറയുമ്പോഴേ ഓർത്തോണം, ഉദ്യോഗസ്ഥന്മാർ കാശുണ്ടാക്കുക. ഒരിക്കലും ഇത് മാറുകയില്ല, ഇത് തീരുകയില്ല. അവിടെ ചിലവഴിച്ച ഉദ്യോഗസ്ഥന്മാർ കൊടുത്ത ശമ്പളം മതി അവിടെയുള്ള ആദിവാസികളെ, ഈ കേരളത്തിലെ മുഴുവൻ ആദിവാസികളെ പരിഷ്കരിക്കാൻ. പക്ഷേ ഇതൊരിക്കലും പ്രശ്നം തീരുകയില്ല എന്ന് പറഞ്ഞ പോലെ ഇവരെ വെച്ചിട്ട് യാസർ അറാഫാത്ത് പിരിവെടുത്തു. എവിടെ? കുവൈറ്റിൽ പോയി കോടികൾ. അടുത്തടുത്ത രാജ്യങ്ങളിൽ നിന്ന് കോടിക്കണക്കിന് പണം ഇവരുടെ നേതാക്കന്മാരുണ്ടാക്കി ഇവരെ എന്നും ഈ കഷ്ടപ്പാടിലിട്ടിരിക്കുക. ഇതൊന്നും ആരും പറയല. ഞാൻ ഇന്നത്തെ ലൈവിൽ കൃത്യം ചെയ്ത് പറയുന്നുണ്ട്. സംഭവങ്ങൾ കൃത്യം പറഞ്ഞു. കണ്ണിക്കാൻ കഴിയുള്ളവർ കണ്ണിക്കട്ടെ, വാദങ്ങളുമായിട്ട് വരട്ടെ. ഇതിനാ പറഞ്ഞേ, കോടികളുണ്ടാക്കി അവരെ വെച്ച്. എന്നിട്ട് ഈ പണം കൊടുത്ത രാജ്യങ്ങളെ ആക്രമിച്ചു, തിരിച്ചു അഭയം കൊടുത്ത രാജ്യങ്ങളെ ആക്രമിച്ചു. ഇന്നിപ്പോൾ സംഭവിക്കുന്നതാ, കൊച്ചുകുട്ടികളെ പോലും പറഞ്ഞ് പഠിപ്പിക്കും. ജൂതന്മാരുടെ പട്ടാളക്കാരുടെ നേരെ പെട്രോൾ ബോംബുകൾ എറിയാൻ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുക. നമ്മൾ കാണുന്നൊന്നും അതൊന്നും കാണാറില്ല.
ക്ഷമിക്കണം, ഞാനൊരു 6-7 ആവർത്തി ഈ സ്ഥലങ്ങളിലൊക്കെ പോയിട്ടുള്ള മനുഷ്യനാണ്. ഞാനും ആദ്യമെല്ലാം കേട്ടപ്പോൾ ഇവർ ഭീകരന്മാരെന്നൊക്കെ ഉള്ള തെളിലാണ്. ആ സ്ഥലം കാണണം. ഒരു ഹൈറേഞ്ചിൽ അടിവാലിക്കാരി ഒരു പെൺകുട്ടി ഇവരുടെ ആക്രമണത്തിൽ മരിച്ചപ്പോൾ ആ ഡെഡ് ബോഡി എന്ത് ആദരവോടെ ഇവിടെ കൊണ്ടു കൊടുത്തുന്നു. എന്തെല്ലാം വിധത്തിൽ അവരത് കോമ്പൻസേറ്റ് ചെയ്തെന്ന് നോക്കിയാൽ മതി. മനുഷ്യാവകാശം എത്ര വലുതാണ്, മനസ്സിലായോ? അവിടെ ക്രൈസ്തവരുണ്ട്, നിരീശ്വരവാദികളുണ്ട്, കമ്മ്യൂണിസ്റ്റുകളുണ്ട്, മുസ്ലിങ്ങളുണ്ട്. ആ രാജ്യത്ത് അവരെ എല്ലാവരും പരിഗണിക്കുന്നുണ്ട്. പക്ഷെ ആക്രമിക്കാൻ ചെന്നാൽ വിടുകയില്ല. അത് ക്രൈസ്തവരല്ല ഈ ചെകിട് കാണിച്ചു കൊടുക്കാൻ, മനസ്സിലായില്ലേ? ക്രിസ്ത്യാനിയല്ലത്. ഈ ചെകിടത്തടിച്ചാൽ മറിചേട് കാണിക്കുന്ന ക്രൈസ്തവരല്ലത്. അത് തിരക്ക് പിടികിട്ടുകയല്ല. അങ്ങനെ പ്രശ്നമുണ്ട്. ഇത് പറഞ്ഞപ്പോൾ രസകരമായ കാര്യം ഞാൻ ഓർക്കുന്നു. ഇവിടെ എല്ലാം പരസ്യമല്ലേ, നമ്മുടെ ബാബുച്ചാനും ഇവരെല്ലാം ദേവാസന്മാരെല്ലാം പരസ്യക്കാരാണ്. ഈ മാവേലിക്കര ഭാഗത്ത് കുറേ പേര് ഈ ട്രിവാൻഡ്രത്ത് നിന്ന് കുറേ പാർട്ടികൾ പരസ്യം നടത്തി. സൗരന്മാർ ട്രിവാൻഡ്രത്തെ പിള്ളേരെ പാട്ടും അവരെ ആ കലയും ഒക്കെ കണ്ടാലേ മനസ്സിലാകത്തുള്ളൂ. സംഭവമാണ്. സിസ്റ്റം വർക്കും ഒക്കെ ഒരു അരങ്ങാണ്, നല്ല കലയാണ്. ആരവിടെ നിന്ന് ഈ സുവിശേഷമൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, മദ്യം മയക്കുമരുന്നൊക്കെ എതിരെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഒരു സംഘം ആളുകൾ ഇവരെ അങ്ങ് വളഞ്ഞു, ഇവരെ അടിച്ചു, പിടിച്ചു തള്ളി, മൈക്കുമൊക്കെ എടുത്തെറിഞ്ഞു. ഈ മൈക്കുമൊക്കെ മാറ്റി വെച്ചിട്ട് തിരിച്ചൊരു പെരുക്കങ്ങ് പെരുക്കി. ആകെ 6 പേരേ ഉള്ളൂ. ഒരു 10-18 പേരെ അങ്ങ് പെരുക്കി. നല്ല പണിയറിയാവുന്ന ആമ്പിള്ളേർ. ലവാടാ പോടാതെ ഇങ്ങനെ വെക്കുകയല്ല, എണ്ണം പറഞ്ഞല്ല, സൂപ്പർ അടി. സുഹൃത്തെ, അടിക്ക് പോലും ഉണ്ട് ക്ലാസിക്കൽ സ്റ്റാൻഡേർഡ്. അത് പലർക്കും അറിയത്തില്ല. വാടാ പോടാ അങ്ങനെ. അത് പ്രവർത്തിക്കുന്നതിന് അധികം ശബ്ദമൊന്നും ഇല്ലെന്ന്, മനസ്സിലായില്ലേ? അടി. അതിൻ്റെ ആ മെയിൻ ലീഡറുണ്ടല്ലോ, ഇവന് ആകപ്പാടെ വിഷമിച്ച് ഇതെങ്ങനെയല്ലോ ഒന്ന് ഊരിയാൽ മതി. അത് അവരാ ഫസ്റ്റ് എയ്ഡ് കൊടുത്തിട്ട് അവരങ്ങ് നിർത്തി. അല്ല, ഇത് ഭയങ്കര രീതിയിലേക്ക് പോകണ്ടെന്ന് കരുതി അവർക്ക് പക്വതയുണ്ടല്ലോ, നിർത്തി. കഴിഞ്ഞ് കേസായിപ്പോയി. കേസായിട്ട് പോലീസ് എല്ലാം വന്ന് ഇവരെ എല്ലാം കൊണ്ടുപോയി. ഇവർ പറഞ്ഞ് ഞങ്ങൾക്ക് സാങ്ഷൻ ഉണ്ട്, ഞങ്ങളവിടെ നിന്ന് പ്രസംഗിച്ചാൽ ഇവരൊഴപ്പം വന്നു. ഞങ്ങൾ കാര്യമായിട്ടൊന്നും ചെയ്തില്ല, പിന്നെ തടഞ്ഞു. കേട്ടപ്പോഴീ പോലീസ് അധികാരിക്ക് പിടികിട്ടി ന്യായം ഈ പ്രസംഗിച്ചൊരു ഭാഗത്താണ്. അപ്പോൾ പുള്ളി ചോദിച്ചു, ന്യായമായിട്ടെല്ലാം കേട്ടേ ചോദിച്ചു, ഇതൊക്കെയുള്ള നിങ്ങൾ എന്തിനാ അവിടെ പോയിട്ട് ഇവരോട് ഈ ഉടക്കാൻ പോയത്? അവരവിടെ നിന്ന് പ്രസംഗിക്കാൻ നിങ്ങൾക്ക് കണ്ടു കുഴപ്പമുണ്ടോ? ഞാൻ അവർ മോശമായിട്ട് വല്ലതും പറഞ്ഞാൽ അത് പിടിച്ചോട്ട് ഇനി പോന്നാൽ പോരെ. നിങ്ങളെന്തിനാ അവരെ ഇതെല്ലാം പോയെ? അപ്പോൾ കൂടുതൽ അടി കൊണ്ടതിൻ്റെ ക്യാപ്റ്റൻ പറയുക, എൻ്റെ പൊന്ന് സാറേ, പാസ്റ്റർമാരാന്നോർത്താ ഞങ്ങൾ തല്ലിയത്. പാസ്റ്റർമാരാന്നോർത്താ ഞങ്ങൾ തല്ലിയതെന്ന്. ഇപ്പം എൻ്റെ വിചാരം ഈ പുതിയ പുതിയ അഭ്യാസമെല്ലാം പഠിക്കാനുള്ള ലബോറട്ടറിയാണ് ഞങ്ങളെന്നാണോ നീ ഓർത്തേ? ഇവിടെ പോയി കഴിവുള്ളവനോട് അടിക്കും, തിരിച്ചു പ്രതികരിക്കാത്ത ഞങ്ങളെ വിടുക. ഞങ്ങളിത് കൊണ്ടുവച്ച് പോരുന്നത് ഞങ്ങളോട് അടിച്ചാൽ നിനക്ക് എന്തോ ഗുണമുണ്ട്? പോടാ, ട്രിവാൻഡ്രത്ത് പോവും. പിന്നെ അതൊക്കെ അങ്ങ് തീർന്നു. ഇതല്ല രസം. ഞാനിതെല്ലാം കഴിഞ്ഞ് ട്രിവാൻഡ്രത്തൊരു കൺവെൻഷൻ പ്രസംഗിക്കാൻ ചെല്ലും, ഇമാരൊന്ന് പാടുന്നു. പാട്ടെല്ലാം കഴിഞ്ഞ് ഇറങ്ങി എന്തോ എന്നോട് പറയാം, അച്ഛാ പ്രോഗ്രാം വല്ലതും ഉണ്ട് പറയണേ. ഞാൻ ഈ വിഷയം എടുത്തിട്ട് ചോദിച്ചു, എന്തുവാ സംഭവിച്ചു വെച്ച് പറയാം. എൻ്റെ അച്ഛാ, ആ പ്രതിസന്ധിക്കകത്ത് എവിടെ നിന്നാണെന്ന് അറിയില്ല അച്ഛാ, ഒരു ദൈവർ കഴിഞ്ഞു വന്നെന്ന്. എന്തോ ഒരു കൃപ ഞങ്ങൾക്ക് ഇനി വന്നെന്ന്. എന്നിട്ട് ഒരുത്തൻ പറയാം, ഈ സാധുവായ എനിക്ക് ആ സമയത്ത്, ഈ പാവപ്പെട്ട എനിക്ക്, അവൻ്റെ ആ വിനയമൊക്കെ കണ്ടപ്പോൾ എനിക്ക് തന്നെ അങ്ങ് കരച്ചിൽ വന്നു പോയി എന്ന് പറഞ്ഞാൽ ഒരു കാര്യമുണ്ടേ. ഇസ്രായേലിനെ തോണ്ടാൻ പോയാൽ കളി മാറും. അത് പറയാനാണ് ഈ ചെറിയ ഉദാഹരണം പറഞ്ഞത്. അത് നല്ലതാന്ന അർത്ഥത്തിലല്ല പറഞ്ഞത്. പിടിയിട്ട് ഇയാളും തരമൊക്കെ കണ്ട് കളിക്കണം, അതായി പറഞ്ഞത്. നമ്മൾ ഈ പാവപ്പെട്ടവരിവിടെ നിൽക്കുകയല്ലേ, മനസ്സിലല്ലേ? നീ പുതിയ അഭ്യാസം എല്ലാം കൂടെ മർമ്മവും ഇതെല്ലാം പഠിക്കാൻ വേണ്ടി വരിക. കുരിശ് വെട്ട്, മുച്ച വിടും, മർമ്മം ഇതെല്ലാം വന്നിട്ട് പാവപ്പെട്ടവൻ അവിടെ നിൽക്കുന്ന പാവപ്പെട്ടവൻ്റെ മണ്ടേ, ആന്മയ്ക്കും കൊണ്ട് നിൽക്കുന്നതിൻ്റെ മണ്ടേ പഠിക്കുമ്പോൾ പോടാ അങ്ങോട്ട് പോയി കാര്യം പഠിക്കാം. അവൻ്റെ പുതിയ വിദ്യ നിന്നെ പഠിപ്പിക്കും. പോ അങ്ങോട്ട് പോട്ടെ, ഞാൻ വിടുന്നില്ല. ഇസ്രയേലേ ഇന്ന് നേടിയെടുത്തല്ല അവരുടെ അത്ര ആർജിത കഴിവ്. ഇത് മരുഭൂമിയാണ്, പൊട്ട മരുഭൂമി. നിങ്ങളിന്ന് അവിടെ കാണണം. ആ മരുഭൂമി ഒരു ഉദ്യാനമാക്കി അവർ മാറ്റിയിട്ടുണ്ട്. പിടിക്കുക ജീവിതത്തോടുള്ളവർ അഭിനിവേശം അതാണ്. ലോകത്തേറ്റവും അധികം ഭക്ഷ്യവസ്തുക്കൾ കയറ്റി അയക്കുന്ന, പൂക്കൾ കയറ്റി അയക്കുന്ന രാജ്യമായത് മാറി. എല്ലാത്തിലുപരി ലോകത്തിലെ നമ്പർ 1 ആയുധ കച്ചവടം കമ്പനി അവരുടെയാണ്. അവരുടെ മൊസാദിന് തെറ്റുപറ്റുമോ എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം.
എന്താ മിഡിൽ ഈസ്റ്റ് പൊളിറ്റിക്സിനെ പറ്റി വൈകിട്ടില്ല ഈ ചാനലിൽ വന്നിരുന്ന് വീരകൃത്യം വിളമ്പുന്നവർക്ക് അറിയില്ല വെയിറ്റ് ചെയ്തോ. ഞാൻ അഡ്വാൻസ് ആയിട്ട് വീഡിയോ ചെയ്തിട്ടിട്ടുണ്ട്. മറ്റേ നാളെ കള്ളം പറയരുത്, കിടപ്പുണ്ട് അവിടെ. ചരിത്ര എന്തായി തീരുമെന്ന് കൃത്യം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ ഭാവി മനസ്സിലായോ? പൊടി പോലുമില്ല കണ്ടുപിടിക്കാതെ കേട്ടിട്ടുണ്ടോ ഒരു പരസ്യത്തിനകത്ത്? എന്താ വരാൻ പോവാ സംഗതി. എന്തിനാ പറഞ്ഞേ? അസ്വസ്ഥത പുകയുന്ന ഈ ലോകത്ത് അവരും ശാന്തരും സമാധാന രീതിയിൽ ഒക്കെ അവരെ നഷ്ടപ്പെടാനൊരു കാരണമുണ്ട്. അവരുടെ മുമ്പിൽ ഒരു സമാധാന അജണ്ട തമ്പുരാൻ വെച്ചിരുന്നു. അവർക്ക് വേണ്ടി മാത്രമല്ല, മുഴു ലോകത്തിനും ഇന്ന് സമാധാനത്തിന് ഒറ്റ വഴി. ആ വഴി എന്തെന്ന് പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. ബഹുമാനരേ, പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ യുദ്ധം നടന്നിട്ടുണ്ട്. യുദ്ധഭൂമിയിൽ നിന്ന് ഇന്ത്യ പരമാവധി ആത്മസംയമനവും മര്യാദയും കാണിച്ചിട്ടുണ്ടെന്നും സർവോപരി നിങ്ങൾക്കൊരു കാര്യം അറിയോ? നമ്മളൊരു പാകിസ്ഥാനി പടയാളിയെ വെടിവെച്ച് വീഴ്ത്തിയാൽ പിന്നെ വൈരാഗ്യമൊന്നുമില്ല. ആ ബോഡി എടുക്കും. സൈനികന് കൊടുക്കേണ്ട ആദരവോടെ മൻമോഹൻ സിംഗ് ഭരിച്ചാലും വാജ്പേയി ഭരിച്ചാലും ഏത് ഭരണാധികാരി മോഡിജി ഭരിച്ചാലും നമ്മൾ ഔദ്യോഗിക ബഹുമതി കൊടുക്കും. നമ്മുടെ ശത്രുവിനെ നമ്മൾ കൊന്നിട്ടതാണെങ്കിലും ഒരാദർശത്തിൻ്റെ പേര് മരിച്ച ആളാണ്. എന്നിട്ട് പറയും നമ്മുടെ ബോഡി കൊണ്ടുപോകും. നിങ്ങൾ കൊണ്ടുപോയി നിങ്ങളുടെ രീതിക്ക് അടക്ക്. നമ്മൾ വെടിവെച്ച് വീഴ്ത്തിയവരുടെ ബോഡി എടുക്കാൻ നമ്മളന്ന് വിളിച്ചിട്ട് പേടി കാരണന്മാർ വന്നില്ല. വല്ലതും ചെയ്യുമെന്ന് അവരോടത്ത് അവരുടെ കൂട്ടം നമ്മളെന്ന്. അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി വാജ്പേയി ചെയ്തെന്താണെന്നറിയോ? അനാദരവൊന്നും കാണിക്കണ്ട. ആ ബോഡി കൊണ്ടുവന്നിട്ട് അവരുടെ കർമ്മികനെ വിളിച്ചു പള്ളിയിലെ എല്ലാ ചടങ്ങും നടത്തി പാകിസ്ഥാൻ്റെ പച്ച പതാക വാങ്ങി പുതപ്പിച്ച് മാതൃകാപരമായി സംസ്കരിച്ചു. നമ്മുടെ പടയാളികൾ എന്ത് ചെയ്യുന്നറിയോ? മുഖം വൃത്തിഹീനമാക്കി, വികൃതമാക്കി, ചിന്ന ഭിന്നമാക്കി നായ്ക്കുട്ടികൾക്ക് തിന്നാനിട്ട് കൊടുത്തു. ഈ സംസ്കാരം എവിടുന്ന് വന്നു? ഈ ബോധം എവിടുന്ന് വന്നു? ഈ ബോധത്തെ ചോദ്യം ചെയ്യട്ടെ. മരിച്ചവനോടും ഹീനകൃത്യം കാട്ടുന്ന ഇത്തരം മാടമ്പിത്തരങ്ങൾ എവിടുന്നാ വന്നേ? അതാണ് ഇത്തരക്കാർ പഠിച്ചു വച്ചിരിക്കുന്ന മതഗ്രന്ഥങ്ങൾക്കകത്തെ ചീഞ്ഞു നാറിയ ദുഷ്പ്രവണതകളാണ്. അവരുടെ ഗുരുനാഥൻ വർഷങ്ങൾക്കപ്പുറത്തൊരു യുദ്ധത്തിൽ അവരുടെ മാതൃകാദർശി അദ്ദേഹം കൊന്നൊടുക്കി താഴ്ത്തിയ കിണറിനുള്ളിൽ 3 ദിവസം കഴിഞ്ഞ ശവശരീരങ്ങൾ അരികിൽ ചെന്നിട്ട് ആ ശവശരീരങ്ങളെ ആക്ഷേപിച്ചിട്ട് ചോദിച്ചു. ചീഞ്ഞഴുകിയ മൃതദേഹങ്ങളുടെ പേര് വിളിച്ചു ആളുകളുടെ. ഇപ്പോഴെങ്കിലും മര്യാദ പഠിച്ചോ? ശവത്തോട് ചോദിച്ച ചോദ്യമാണ്. മനസ്സിലായോ? മരിച്ചവന് മതമില്ല, മരിച്ചവന് പ്രത്യേകിച്ചൊന്നുമില്ല. വിശേഷിച്ച് സൈനികൻ ആദർശത്തിന് മരിച്ച അയാൾ അങ്ങനല്ലേ? പോട്ടെ, എന്തിനെത്ര പറഞ്ഞെന്ന് അറിയണ്ടേ? ഇത്തരം മറ്റുള്ളവനെ നശിപ്പിക്കണമെന്ന ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന തത്വസംഹിതകളെ ഉയർത്തിപ്പിടിക്കുമ്പോൾ മനുഷ്യമൂല്യങ്ങളില്ലാതെ അതിനെ പിന്തുണയ്ക്കുന്നവർ ഓർക്കണം. അസ്വസ്ഥത പുകയുന്ന ഈ ഘട്ടത്തിൽ, ഇന്ത്യയിലും പാകിസ്ഥാനിലുമൊക്കെ യുദ്ധം നടന്നിരുന്ന കാലഘട്ടത്തിൽ നമ്മുടെ ആളുകളെ, പട്ടാളക്കാരെ, നമ്മുടെ വണ്ടി ഒക്കെ കണ്ടാൽ അവർ ഷൂട്ട് ചെയ്യും. ഇവിടെ വന്നാൽ നമ്മളും വിടുകയില്ല. യുദ്ധമുഖത്തടിയ നിങ്ങൾക്കറിയോ? പക്ഷേ തീവ്ര യുദ്ധം നടക്കുന്നതിനിടയിലൂടെ ഇന്ത്യയും പാകിസ്ഥാനും ഒന്നും ആക്രമിക്കാത്ത കുറേ വണ്ടികൾ അതുവഴി പോകും അങ്ങോട്ടും ഇങ്ങോട്ടും. ആരാ വണ്ടിയാണെന്നറിയണ്ടേ? ചുവന്ന കുരിശുള്ള ചില വണ്ടികൾ അതിൽ പോകും. ആരും കൊല്ലില്ല. ചെക്ക് ചെയ്യും, ഉറപ്പാക്കും ഇത് വ്യാജമായിട്ട് വരുന്നതെന്നൊക്കെ. ഇത് റെഡ് ക്രോസിൻ്റെ വണ്ടിയാണ്. റെഡ് ക്രോസിൽ നമ്മുടെ സൗകര്യങ്ങളില്ലേ, അവരുടെ വണ്ടിയാണ്. ഇതെന്തിനു പോകുന്നതെന്നറിയോ? മരിച്ചു വീഴുന്ന പടയാളി ആരുമാകട്ടെ, അല്ലെങ്കിൽ വെടിയേറ്റ് വീഴുന്നവൻ ആരുമാകട്ടെ, അവനെ ചികിത്സിക്കാൻ, മുറിവ് കെട്ടാൻ അതുവഴി പോകുന്നത് ക്രൂശിൻ്റെ പടയാളികളാണ്. മനസ്സിലായോ? ഈ വണ്ടി ഒരുത്തനും ആക്രമിക്കാത്തതിൻ്റെ കാര്യം എന്താണെന്നറിയോ? അതാ ക്രൂശിൻ്റെ ശക്തി. അത് സമാധാനമാണെന്നേ, അത് സമാധാനമാണ്. പാകിസ്ഥാന്റെ തീവ്രവാദികൾക്കും ഇന്ത്യൻ പടയാളികൾക്കും വിരോധമില്ലാതെ ഇതുവഴി ഓടാൻ കാരണം എന്താ? അതാണ് ക്രൂശിൻ്റെ മഹത്വം. നിങ്ങളിന്ന് ഇസ്രയേലിൽ ചെന്നാൽ കാണാം, 2 സമൂഹങ്ങൾ പ്രക്ഷുബ്ധരായി നിൽക്കുക. ജൂതന്മാരും പാലസ്തീനികളും എപ്പോഴും ഏറ്റുമുട്ടലിൻ്റെ വക്കിലാണ്. ഇരു കൂട്ടരോടും കലഹമില്ലാത്ത മൂന്നാമതൊരു സമൂഹം അവിടെ ഉണ്ട്. അറിയണോ? പാലസ്തീനികളോട് സ്നേഹം, ജൂതന്മാരുടെ ബഹുമാനം. ആ 2 കൂട്ടരും അവരുമായിട്ട് ആക്രമണമില്ല. വേറെ ആരുമല്ല, ഈ ബൈബിളിൻ്റെ അനുഗാമികൾ അവിടെയുണ്ട്.
ഇവരോടില്ലെങ്കിൽ ശ്വാസം വിടാൻ പറ്റുമോ? അവിടെ അവിടുത്തെ പ്രതിസന്ധികൾക്ക് അയവ് വരുത്തുന്നത് ഈ സുവിശേഷമല്ലേ, ഈ ദൈവവചനമല്ലേ? ഏത് സംഘർഷപൂരിത കാലാവസ്ഥക്കകത്തും അവിടെ സമാധാനത്തിന്റെ വിളംബരം ഘോഷിക്കാൻ ഒറ്റ സന്ദേശമേ ഉലകത്തിലുള്ളൂ. അതിന്റെ പേരാണ് സുവിശേഷം. ആ സുവിശേഷത്തിന്റെ ജയക്കൊടി അഭിമാന പുരസരം ഉയർത്തിക്കൊണ്ട് ഞങ്ങൾ ആവർത്തിക്കുന്നു, മറ്റൊരുവരിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട അജയ്യമായ നാമം യേശുക്രിസ്തുവിന്റെ നാമമാണ്. ആ യേശുക്രിസ്തു എന്ന യുഗപുരുഷൻ 2000 ആണ്ടുകൾക്ക് പുറത്ത് ജന്മം കൊള്ളുന്ന വേളയിൽ അദ്ദേഹം ജഡപ്രകാരം ക്രിസ്തുവും അവരിൽ നിന്നായിരുന്നു. പുരുഷന്റെ ഇഷ്ടത്താലല്ല, സ്ത്രീയുടെ താല്പര്യത്താലല്ല, കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും. ചിലർക്കത് വിശ്വാസമില്ല. എന്താ? ചിലരിങ്ങനെ ചോദിക്കും, അതെങ്ങനെ കന്യക ഗർഭിണിയായി? പ്രിയപ്പെട്ടവരെ, അജീവിയ വസ്തുവിൽ നിന്ന് ജീവനുള്ള വസ്തു ഉണ്ടാകുമെന്ന് വിശ്വസിക്കാൻ അവന് മടിയില്ല. ജീവനുള്ളൊരു സ്ത്രീയിൽ ജീവനുള്ളൊരു കുട്ടി പുരുഷബന്ധം കൂടാതെ ജനിക്കുമെന്ന് പറഞ്ഞതിനകത്ത് ഇത്രയും കുഴപ്പമില്ല, അശാസ്ത്രീയതയില്ല. അശാസ്ത്രീയതയുണ്ട്. ഇങ്ങനെ ജനിക്കുമോ എന്ന് ചോദിച്ചാൽ സ്വാഭാവികമായി ഒരു സാധ്യതയില്ല. പക്ഷെ ക്രിസ്തു ജനിച്ചെങ്ങനെ? വെറുതെ ജനിച്ചല്ല, സർവശക്തൻ പദ്ധതി ഇട്ടാൽ ജനിക്കും. ഒരു കുട്ടി ജനിച്ചിട്ട് ആ കുട്ടിയെ വ്യാഖ്യാനിച്ചൊപ്പിച്ച് കന്യഗർഭിണിയായി ജനിച്ചു എന്ന് ഞങ്ങൾ പ്രചരിപ്പിക്കുന്നതല്ല. യേശു ജനിക്കുന്നതിന്റെ 7 നൂറ്റാണ്ടുകൾക്കപ്പുറത്ത് പ്രവാചകൻ കൃത്യമായി പ്രവചിച്ചു, കന്യഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും. അതുമാത്രമല്ല, ആ മകൻ എങ്ങനെയൊക്കെ പെരുമാറുമെന്നും പ്രവർത്തിക്കുമെന്നുമെന്നും 700 കൊല്ലം മുമ്പ് എഴുതി വെച്ച ഒരു കിതാബും ചുമന്നുകൊണ്ട് നമ്മൾ ഈ വന്നിരിക്കുന്ന മഹത്തരമായൊരു പുസ്തകം. ഹല്ലേലൂയ! ആ കന്യഗർഭിണിയായി ജനിക്കുമെന്ന് മാത്രമല്ല, ഇങ്ങനെ പ്രവചിച്ചു വന്നും കൂടെ പറഞ്ഞു, അവൻ ദാവീദ് ഗോത്രത്തിലാണ് ജനിക്കുന്നതെന്ന് പറഞ്ഞു. സ്ഥലം കൃത്യമായി. ജനിക്കുന്ന ഇടം പറഞ്ഞു, യഹൂദിയായിലെ ബേത്ലഹേ. നിങ്ങൾക്കറിയേണ്ട 2 ബേത്ലഹേ ഉണ്ടെന്ന്. ഇപ്പം കഞ്ഞിക്കുഴി എന്നൊരു സ്ഥലം ഇവിടെയുണ്ട്, കോട്ടയത്തുമുണ്ട്. ചുമ്മാ കാടടച്ച് കഞ്ഞിക്കുഴി ജനിക്കുമെന്നല്ല പറഞ്ഞത്, സ്ഥലം കൂടെ പറഞ്ഞു. കോട്ടയം ജില്ലയിലെ കഞ്ഞിക്കുഴി, അല്ലെ ഇടുക്കിയിലെ കഞ്ഞിക്കുഴി എന്ന് തരം തിരിച്ചു പറഞ്ഞെങ്കിലേ കാര്യമുള്ളൂ. ബേത്ലഹേമിനെ നോക്കിയിട്ട് പറഞ്ഞു, എഫ്രാത്തയിലെ ബേത്ലഹേമിൽ ക്രിസ്തു ജനിക്കും. ഈശായുടെ കുറ്റിയിൽ നിന്ന് ഒരു മുള പൊട്ടി പുറപ്പെടും. അവന്റെ രാജ്യത്തിന് അന്തമുണ്ടാകയില്ല. വചനം പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഒരു രാജാവ് നീതിയോടെ വാഴും. ഇതെല്ലാം കേട്ട് സന്തോഷിച്ചിരുന്ന യഹൂദന്മാർക്ക് ദുഃഖം വരുന്ന വാക്കാ പിന്നെ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, അത് ദൈവമകനാന്നൊക്കെ പറഞ്ഞിട്ട് പറയുക. പക്ഷേ ഈ ദൈവമകൻ വേറൊരു കുഴപ്പമുണ്ട്. കുഴപ്പം എന്ന് ഞാൻ പറഞ്ഞത് ആ അർത്ഥത്തിൽ എടുക്കരുതേ. എന്താ പ്രശ്നം? ഒരു യഹൂദനും അംഗീകരിക്കാൻ കഴിയാത്ത വിഷമസന്ധിയിലാക്കുന്നൊരു പ്രവചനം യെശയ്യാവ് തന്നെ നടത്തി. എന്താ കാര്യം? അവൻ ഇളയ തൈ പോലെയും വരണ്ട നിലത്തുനിന്ന് വേർമുളയ്ക്കുന്നത് പോലെയും പിതാവിൻ്റെ മുമ്പാകെ വളരും. ആരാ? അത്ഭുതമന്ത്രി, വീരനാം ദൈവം, നിത്യതയുടെ പിതാവ്, സമാധാന പ്രഭു, രാജാതി രാജാവായവൻ എങ്ങനെ ജനിക്കും? വരണ്ട നിലത്തുനിന്ന് വേർമുളയ്ക്കുന്നത് പോലെ അവന്റെ മുമ്പാകെ വളരും. അവന് രൂപഗുണമില്ല, കോവളത്വമില്ല, കണ്ടാൽ ആഗ്രഹിക്കത്തക്ക സൗന്ദര്യവുമില്ല. അവൻ മനുഷ്യരാൽ അടിക്കപ്പെട്ട്, നിന്ദിക്കപ്പെട്ട്, ത്യജിക്കപ്പെട്ട്, വ്യസനപാത്രമായി രോഗം ശീലിച്ചവനായി വിരിക്കും. അവനെ കാണുന്നവർ മുഖം മറച്ചു കളയത്തക്കവണ്ണം അവൻ നിന്ദിതനായിരിക്കും. ആര്? രാജാതി രാജാവായവൻ, കർത്താതി കർത്താവായവൻ, യുക്തിക്ക് നിരക്കാത്ത, സ്റ്റാറ്റസിന് ചേരാത്ത ഈവനെ കണ്ടിട്ട് രാജാവെന്ന് വിളിക്കാൻ അവർക്ക് അറപ്പ്. മനസ്സിലായില്ലേ? അവസാനം പറഞ്ഞു, നാമോ ദൈവവനെ ആദരിച്ചതുമില്ല എന്ന് വിചാരിച്ചു. ഇവൻ ക്രൂശിൽ കിടക്ക ചെയ്ത് അവനെ നോക്കി പരിഹാസം ചൊരിഞ്ഞ മനുഷ്യർക്ക് നടുവിൽ ഞാനും നിങ്ങളും അത് കണ്ടില്ല. പരിഹാസത്തിൻ്റെ ഗ്രാവിറ്റി നമുക്കറിയാം. 2000 ആണ്ടുകൾക്കപ്പുറത്ത് പരിഹാസമേറ്റ് ക്രൂശിൽ കിടക്കുന്നവനെ കണ്ടപ്പോൾ എൻ്റെയും നിങ്ങളുടെ ഉള്ളത്തിൽ പരിഹാസമല്ല, ആ ക്രൂശിക്കപ്പെട്ടവൻ്റെ സുസ്മേരവദനൻ്റെ മരണം ആസ്വദിച്ചവൻ്റെ അവിടെ നിർത്താനുണ്ട്. എന്താണെന്നറിയണ്ടേ? ഞാനും നിങ്ങളും കണ്ടുമടുത്ത ക്രൂശിത രൂപത്തിലെ ദയനീയ മുഖമല്ല ക്രിസ്തുവിൻ്റെ. അങ്ങനെ ടെൻഷൻ അടിച്ച് കിടക്കുന്ന ക്രിസ്തു അല്ല തിരുവെഴുത്തിലെ ക്രിസ്തു. എബ്രായലേഖന കർത്താവ് പറഞ്ഞു, അവൻ മരണം ആസ്വദിച്ചു.
ആസ്വദിച്ച് കിടക്കുക. വാ പിടികിട്ടിയ പറഞ്ഞേ. ഒത്തിരി ഉദാഹരണം വഴി പറയാനുണ്ട്. ഒരിക്കൽ ഒരു പിതാവിൻ്റെ ഒരു പയ്യൻ മരണാസന്നായി കിടക്കവേ ഒറ്റ വഴിയേ തൻ്റെ മുമ്പിലുള്ളൂ. പിതാവ് തൻ്റെ കരൾ ഈ പയ്യന് കൊടുക്കാൻ തീരുമാനിച്ചു. ആ കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ കുഞ്ഞിന് വിജയകരമായി ഭവിച്ചു. കുറേ നാൾക്കുള്ളിൽ പിതാവ് രോഗിയായി. കുഞ്ഞിനും വലിയ ദുഃഖമായി. ഈ പിതാവ് കട്ടിലിൽ ഇങ്ങനെ കിടക്കുമ്പോൾ ഇഞ്ചിഞ്ചായി മരിച്ചുകൊണ്ടിരിക്കുന്ന അപ്പനെ കണ്ട് മകൻ ആത്മാർത്ഥത്തോടെ നോക്കുമ്പോൾ അപ്പൻ്റെ മുഖത്ത് വേദനയല്ല, എൻ്റെ പ്രാണം കൊടുത്തോണ്ടാ നീ ഇതുവഴി ഓടുന്നത്, നീ ഇതുവഴി നടക്കുന്നത്, നിൻ്റെ ജീവനിൽ തുടിക്കുന്നത് എൻ്റെ ദാനമാണെങ്കിൽ ദുഃഖമില്ല, സംതൃപ്തി. ഈ സംതൃപ്തി കൊടുക്കുന്നവനാ അപ്പൻ. ഞാൻ മരിച്ചിട്ടെൻ്റെ മകന് വേണ്ടി പ്രാണന വെച്ചു കൊടുക്കാൻ തയ്യാറെടുക്കുമ്പോൾ മുഖത്തൊരു ചാരിതാർത്ഥ്യം. രക്തം കൊടുക്കുന്ന സഹോദരന്മാരുണ്ടല്ലോ, ഇച്ചിരി ക്ഷീണമൊക്കെ ഉണ്ട്. രോഗികൾക്കൊക്കെ രക്തം കൊടുത്ത് പുറത്തിറങ്ങുമ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷനില്ലേ, ഒരു സംതൃപ്തി. വിശക്കുന്ന ഒരുവന് ഫുഡ് വാങ്ങിക്കൊടുത്ത് വരുമ്പോൾ ഒരു സംതൃപ്തിയില്ലേ. ഒരു മനുഷ്യന് നന്മ ചെയ്ത് കഴിയുമ്പോൾ ഒരു സംതൃപ്തിയില്ലേ. നമ്മുടെ മുഖത്ത് ആ സംതൃപ്തി ഉള്ളതുപോലെ മനുഷ്യരാശിക്ക് മുഴുവൻ രക്തം കൊടുത്തു കഴിഞ്ഞപ്പോൾ ഒരു സംതൃപ്തി. ആ സംതൃപ്തി ഉള്ളവനെ വരച്ച് വികലമാക്കരുതേ. മരണമവൻ ആസ്വദിച്ചു. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവൻ്റെ മേലായി. ജൂതൻ അംഗീകരിച്ചില്ല. അവൻ ഇന്നും കാത്തിരിക്കുന്നു കന്യഗർഭിണിയായൊരു മകനെ പ്രസവിക്കാൻ. ആൽബർട്ട് ഐൻസ്റ്റീനും ഐസക് ന്യൂട്ടനും കാൾ മാർക്സും മൈക്കൽ ഫാരഡയും ഒക്കെ പിറവി കൊണ്ട് ബുദ്ധിമാന്മാരുടെ, ചിന്തകന്മാരുടെ, സയന്റിസ്റ്റുകളുടെ കുലമാ യഹൂദന്മാരുടെ കുലം. ഐസക് ന്യൂട്ടൻ ഇല്ല, ഈ മൈക്കൽ ഫാരഡെ, ഇവരെല്ലാം ജനിച്ചത് ജൂതന്മാരായിട്ടാണ്. ഇത്രയും വലിയ ചിന്തകൾ ലോകത്തിന് പകർന്നു കൊടുത്തവർക്കും അവരിൽ പല പ്രമുഖർക്കും ഇത്രയും വലിയ ചരിത്രമുള്ളവരാണ്. ഒരു കാര്യം കാണാൻ കണ്ണുണ്ടായില്ല. യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ എന്നെന്ന് അന്വേഷിക്കുമ്പോൾ കാലങ്ങൾക്ക് പുറത്തു ഞങ്ങൾ വിളിച്ചു പറയുന്നു, നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവന്റെ മേലായി, അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു. രാജാതിരാജാവും കർത്താതി കർത്താവുമായവൻ കാലവിളംബമന്യേ തൻ്റെ തിരുസഭയെ ചേർക്കാൻ വാനവരവിൽ പ്രത്യക്ഷനാകാൻ സമയം സമാഗതമായിരിക്കെ നമുക്കുണരണം, നമുക്ക് പ്രവർത്തിക്കണം. നമ്മുടെ മുമ്പിൽ അല്പകാലമേ ഉള്ളൂ. കർത്താവിന് ചുണക്കുട്ടികളായ ധീരസമര സേനാനികളെ ആവശ്യമുണ്ട്. യേശുവിനെ പ്രസംഗിക്കാൻ, യേശുവിനെ നിൽക്കാൻ അവസാനത്തുള്ളി രക്തവും അനിവാര്യമെങ്കിൽ യേശുവിന് വേണ്ടി കൊടുക്കാൻ കഴിയുന്ന ധീരഭടന്മാരെ യേശുവിന് ആവശ്യമുണ്ട്. ആയുധം കൊണ്ടല്ല, ആശയം കൊണ്ട്. ആ നാവുകൾ തീനാമ്പുകളായി മാറട്ടെ, ചിന്തകൾക്ക് തീ പിടിക്കട്ടെ. ആ ചിന്തയുടെ പ്രസരണം ജനകോടികളെ മാറ്റിമറിക്കുന്ന അനുഭവമാക്കി മാറ്റത്തക്ക വിധം നാളുകൾ കൂടുതൽ കരുത്തുള്ളതായി തീരാൻ നമുക്കൊരുമിച്ച് പടപൊരുതാം. നമ്മുടെ കർത്താവ് വരാറായി. യേശുവിന് വേണ്ടി അഹോരാത്രം പടപൊരുതുന്ന ആ വലിയ സമൂഹത്തിൻ്റെ ഭാഗമായി നിന്നുകൊണ്ട് കരുത്തേറിയ സുവിശേഷത്തിൻ്റെ വക്താക്കളാകാൻ ഇന്ന് രാത്രി നമുക്ക് ഒരുമിക്കാം എന്ന പ്രാർത്ഥനയിൽ ഞാൻ ഉപസംഹരിക്കുന്നു. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.